കാറിൽ വെച്ചിട്ടാണല്ലോ കൂടുതൽ ചെയ്യുന്നത്. ഇത് അങ്ങ് ജസ്റ്റ് ഫസ്റ്റ് ടൈം ഇതൊരു ഐഡിയ ആയിട്ട് ചെയ്തു തുടങ്ങിയതാണോ അതോ? അല്ല, അത് അങ്ങനെ ചെയ്തല്ല. അത് ഞാൻ കുറേ പാട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട്, അതായത് നല്ല വൃത്തിക്ക് വീഡിയോ നല്ല രീതിയിൽ വീഡിയോ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്തിട്ട് ഞാൻ കുറേ കവേഴ്സിന് വേണ്ടി തന്നെ ഞാൻ ഒരു പാട്ടിന് 30,000-40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. റാപ്പ് സോങ്സ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. കയ്യിൽ നിന്ന് പോയ ഏതെങ്കിലും സ്റ്റേജ് ഷോ? കയ്യിൽ നിന്ന് പോയ സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്. രശ്മിക മന്ദാനയായിട്ട് ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു സമയം എങ്ങനെ ഓർക്കുന്നത്? ആ സമയം എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നി. കാരണം അന്ന് രശ്മിക അവിടെ ഒരു ഒരു ഇനാഗുറേഷൻ വന്നതായിരുന്നു രശ്മിക. അപ്പോൾ ആ സമയത്ത് ഞാൻ കൊച്ചിയിൽ നിന്നായിരുന്നു അത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ടാണ് അന്ന് കാണുന്നത്. അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് അവിടെ പോയി ഞാനിങ്ങനെ വിറക്കി. എനിക്കിങ്ങനെ വിജയ് ദേവരെ കൊണ്ട് രണ്ടുപേരെ കാണാൻ. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ ഞാൻ റീല് കണ്ടായിരുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഫുൾ ധൈര്യവും. പുള്ളി പാട്ടിനെ പറ്റി അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായി മധുപോലെ പെയ്ത മഴയെ. സുഷിൻ ശ്യാമിന്റെ ഫാനാണോ? ഞാൻ ഭയങ്കര ഫാനാണ് അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക് അല്ലേ, അത് വേറെ തന്നെ. ഇപ്പൊ ഈ ട്രെൻഡിങ് ഇപ്പം മലയാളത്തിൽ എന്താ പറയാ, ഭയങ്കര. അതെ അതെ, ഉറപ്പായിട്ടും നല്ല അടിപൊളി, നല്ല സൗണ്ടിങ്. ഇപ്പോഴത്തെ എല്ലാ ഓഡിയൻസിനും അത് തിയേറ്ററിൽ ആ ഒരു പുള്ളിയുടെ ഒരു മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഡിയൻസ് ഉണ്ടാവും. ഉലകിതിലാരോടും തോൽക്കാവീരൻ, കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ, മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ. ഇനി നമ്മൾ ചിത്ര ചേച്ചിയെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ഷോ കംപ്ലീറ്റ് ആവേയില്ല. അത് തീർച്ചയായിട്ടും ചിത്ര ചേച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയ ദാസാറ് ചിത്ര ചേച്ചി, ഇത് രണ്ടും നമുക്ക് നമ്മുടെ മലയാള സിനിമ അല്ലെങ്കിൽ മ്യൂസിക്കിന് കിട്ടിയ രണ്ട് വരദാനങ്ങളാണ്. ചിത്ര ചേച്ചിയുടെ ഒരു സോങ് കൂടെ പാടണം. തീർച്ചയായിട്ടും. അന്നോളം തീരാവേനലും പ്രാണന്റെ വിങ്ങും നീറലും, പെണ്ണെ നിൻ കയ്യാൽ തൊട്ടതും ദൂരെ മാഞ്ഞു പോയി മായമായി. നമ്മൾ ഈ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ ലജ്ജാവതി പാടിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി ആ സമയത്ത് ഉണ്ടായിരുന്ന മ്യൂസിക്കിന്റെ വേറൊരു രീതിയിലാണ് ജാതി സാർ ഇറക്കിയേക്കുന്നത്. ആ സൗണ്ടും കൂടെ വന്നപ്പോൾ അന്നത് ഒരു സ്പെഷ്യൽ ആയിരുന്നു. അപ്പൊ നമ്മളത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ നോക്കുന്നത്? ഞങ്ങളത് വേറൊരു സൗണ്ടിങ്ങില്ല, നമ്മളെ ബാൻഡ് ഒരു വേറെ ഒരു ഫങ്ക് ടൈപ്പാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെങ്കിൽ പക്കാതാണോ എന്ന് വെച്ചാൽ അല്ല. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ജാസി ചേട്ടൻ അത് പാടിയിട്ടുള്ളൊരു സാധനം എൻ്റെ വോയിസിൽ അത് ഔട്ട് ചെയ്യുമ്പം ആൾക്കാർ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിരുന്നു. കാരണം അത് എല്ലാവരുടെയും മനസ്സിൽ അത് രജിസ്റ്റേർഡ് ആ ഒരു വജോ വജോ അങ്ങനെ പുള്ളി അങ്ങനെയല്ലേ പാടിയത്. നമുക്കതൊരിക്കലും അങ്ങനെ പാടിയാൽ മിമിക്രി പോവും. നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴമ്പൂവോ താമരത്താരോ തേനോ തേന്നിലാവോ, മാമഴമുത്തോ മല്ലിക്കോളുന്തോ മീനോ മാറിവില്ലോ തൊട്ടൊരുമി നിന്നാട്ടെ. നമുക്ക് ഈ ചില സോങ്സ് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത ഫീൽ, കരച്ചിലൊക്കെ വരില്ലേ, സങ്കടം വരില്ലേ, അങ്ങനെയുള്ളൊരു സോങ് ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ അതായത് ഞാൻ ഫീലിൽ പാടും, പക്ഷേങ്കിൽ എന്നോട് ശരിക്കും കരഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്. അതായത് മറ്റേ ഈ പാട്ടിലെ ജോസഫിലാണോ എന്ന് എനിക്കറിയാം, പാടാൻ എനിക്കറിയില്ല. മറ്റേ വിദൂരേ ജോസഫ് അല്ലേ. വരും നേരം എന്നോടു ചേരേണമെൻ ജീവനേ നീ, അതില്ലാതെ വയ്യൻ നെഞ്ചോരം നീ മാത്രം ഉയിരേ ഇനിയും. കാറും കോളും മായുമെങ്ങോ കാണാ തീരങ്ങൾ കാണുമോ, വേനൽ പൂവേ നിന്റെ നെഞ്ചിൽ വേളി പൂക്കാലം പാടുമോ, നീയില്ല എങ്കിലൻ ജന്മമിന്നെന്തിനായി എൻ ജീവനെ ചൊല്ലുമീ, ഇന്നുമോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്, ഇന്നുമോർക്കുന്നു ഞാൻ
അന്നു നാം തങ്ങളിൽ പിരിയും രാവ് പറയാതെ അറിയാതെ നീ പോയതല്ലേ ഒരു വാക്ക് മിണ്ടാഞ്ഞതല്ലേ ഒരു നോക്ക് കാണാതെ നീ പോയതല്ലേ ദൂരേക്ക് നീ മാഞ്ഞതല്ലേ. ഓ സൂപ്പർ. Thank you. ഹലോ നമ്മൾക്ക് ഞാനത് പറയാൻ മറന്നു. ഹലോ എന്തോ ഇല്ലാതെ അങ്ങ് പോകും. ആരെങ്കിലും ഓർത്ത് അല്ലെങ്കിൽ അങ്ങനെ പാടിയതാണോ? അങ്ങനെയല്ല, അങ്ങനെയും അങ്ങനെയും ആവാം, എങ്ങനെയാണെങ്കിലും ആവാം. അങ്ങനെ വേണമെങ്കിലും ആവാം. ആ ഓക്കെ. വൈകാഷിലെ ആളുകൾ വൈശാഖം തിരിച്ച് എപ്പോഴും അതാ പറയാറ്. വളരെ കുറച്ച് പേര് എന്റെ ഫ്രണ്ട്സ് പോലും തെറ്റി കിടക്കി ആടാ വൈശാഖ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് അങ്ങനെ വിളിക്കും. ഈ പേര് ആരായിരുന്നു? അച്ഛനും അവര്? ഓക്കെ, ഒരു ഡിഫറെന്റ് നെയിം ആണ് അല്ലേ? ഓക്കെ. ഈ കവർ സോങ്സിലൂടെയാണ് ഒരു എൻട്രി അല്ലേ പാട്ടുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ലോകത്തേക്ക്. അപ്പൊ ഈ കവർ സോങ്സിന്റെ ഈ ഒരു ഐഡിയ എവിടെ നിന്ന് കിട്ടി? ഐഡിയ സ്വന്തം ഐഡിയ ആണോന്ന് വെച്ചാൽ അല്ല, കാരണം എപ്പോഴും റീൽസിൽ ഇങ്ങനെ കുറേ ആൾക്കാർ പാടുന്നത് കാണാറുണ്ട്. അപ്പം ഞാനും അങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് നമ്മളും കുറേ വർഷം പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നും പാടാണ്ടൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒന്നിലും ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പം ഒന്ന് ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ പാടി ആദ്യമേ ഇടാറുണ്ടായിരുന്നു, പക്ഷെ ആദ്യം റെഗുലറായിട്ടല്ലായിരുന്നു ഇടാറ്. ഇപ്പം റീസെൻ്റ്ലി ആണ് ഞാൻ കുറച്ച് റെഗുലറായിട്ട് ഡെയിലി ചെയ്യാറുണ്ടായിരുന്നു. ഈ കവർ സോങ്സിന് എപ്പോഴും രണ്ടഭിപ്രായം വരാറുണ്ട്. കുറെ ആളുകൾ മനോഹരമായിട്ട് പാടി വെച്ച പാട്ടുകളായിരിക്കും, അത് നമ്മുടേതായ വേർഷനിലേക്ക് ആക്കുമ്പോൾ ചില ഓഡിയൻസിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇല്ല, ഞാൻ കൂടുതൽ അങ്ങനെ, അതായത് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാൻ കൂടുതലും ചെയ്തതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒറിജിനൽ ട്രാക്സിൻ്റെ അങ്ങനെ തന്നെ അതേ ഫോമിൽ തന്നെയാണ് ഞാൻ പാടാറുള്ളത്. പിന്നെ എങ്ങനെയാണോ ഒറിജിനൽ സിംഗർ പാടിയത് പരമാവധി അതുപോലെ പാടാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ അങ്ങനെ കുറേ സംഗതികൾ പാടിയിട്ടോ അങ്ങനെ ചെയ്യാറില്ല പൊതുവേ. പിന്നെ ലൈവിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ കയ്യിൽ നിന്നൊക്കെ ഇട്ട് കുറേ പാടാറുണ്ട്. പക്ഷേ ഈ പറയുന്ന പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ അതങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെറിയ ഒരു പൊടി സംഗതികളൊക്കെ ചില പാട്ടിന് ആഡ് ചെയ്യും. പക്ഷെ എന്നാലും മോസ്റ്റ്ലി ഞാൻ കുറേ പാട്ടുകൾക്ക് എപ്പോഴും ഒറിജിനൽ എന്താണോ പാടി അതുപോലെ പാടാൻ ശ്രമിക്കുക. ഇനി അതുപോലെ എത്തിയില്ല ഞാൻ എൻ്റെ രീതിയിൽ എന്തെങ്കിലും പാടും, അത്രേ ഉള്ളൂ. ഓക്കെ. പഠിച്ചത് ജേർണലിസം ആയിരുന്നു. ജേർണലിസം പഠിച്ചത്. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു, പക്ഷെ എൻ്റെ വഴി പാട്ടാണ് എന്ന് നമ്മൾ തോന്നുന്ന ഒരു പോയിന്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പോയിന്റ് എങ്ങനെയാണ് ഓർക്കുന്നത്? അത് ഞാൻ ദേവഗിരി കോളേജിലായിരുന്നു പഠിച്ചത്, കോഴിക്കോട്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ മ്യൂസിക് ലൈഫിലൊരു വലിയൊരു മാറ്റം ഉണ്ടാകുന്നത്. കാരണം ഞാൻ അതിന് മുന്നേ മ്യൂസിക്കിൽ ചെറുപ്പം മുതലേ ഉണ്ട്, പാട്ടൊക്കെ ആദ്യം മുതലേ പഠിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ദേവഗിരി കോളേജിൽ പോയി കുറേ മ്യൂസീഷ്യൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഈ എന്താ പറയുക നമ്മളെ അൺപ്ലഗ്ഡ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അന്നത്തെ സമയത്താണ് ഞാൻ ഈ ബാൻഡ് ഷോസൊക്കെ കൂടുതൽ കാണുന്നത്. അതുവരെ ബാൻഡ് എന്താണ്, ഗാനമേള എന്നുള്ളൊരു പരിപാടി മാത്രമേ ഞാൻ കാണാറുള്ളത്. പെട്ടെന്നാണ് ദേവഗിരിയിലൊക്കെ എത്തിയപ്പം ഇതാണ് ബാൻഡ്, ഇങ്ങനെയും പരിപാടി ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ വരുന്നു, കുറേ പാട്ട് വേറെ രീതിയിൽ, ഇപ്പോൾ കോഡ്സ് ആയാലും ഇപ്പം വേറെ കുറേ സ്റ്റൈൽ ഞാൻ കാണാൻ തുടങ്ങി. അപ്പോഴാണ് വെച്ചാൽ ഇങ്ങനെയും സംഭവങ്ങൾ ഉണ്ടല്ലേ. അപ്പം ആ ദേവഗിരി കോളേജിൽ നിന്നാണ് കുറേ മ്യൂസീഷ്യൻസും പിന്നെ കുറേ സെലിബ്രിറ്റീസൊക്കെ ആ സമയത്ത്, ഞാൻ ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിരുന്നു അവിടെ ദേവഗിരിയിൽ. അപ്പോൾ അങ്ങനെ കുറേ കണക്ഷൻസ് എനിക്ക് അങ്ങനെ പുറത്തുനിന്ന് കുറേ കണക്ഷൻസ് കിട്ടി. അപ്പോൾ അത് അങ്ങനെ ആ ഒരു കോണ്ടാക്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി പിന്നെ ആ ഒരു ബന്ധം കുറേ ആൾക്കാരായിട്ട് തുടർന്നു. മ്യൂസിക് ലൈഫിലും കുറേ ആൾക്കാരായിട്ട് അങ്ങനെ കണക്ഷൻ കിട്ടി. ദേവഗിരിയിൽ നിന്നുള്ള കുറേ ആൾക്കാരായിട്ട് എനിക്ക് നല്ല അന്നും ഇന്നും മ്യൂസീഷ്യൻസ് നമ്മളെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ അവിടെ നിന്നാണ് ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നത്. ഓക്കെ. അന്ന് സെറ്റ് ചെയ്താണെങ്കിൽ ആ ഒരു ടീം പീപ്പിൾസ് അവർ തന്നെയാണോ? അതായത് കോളേജിൽ നിന്ന് ഇറങ്ങി എനിക്ക് നാട്ടിൽ തന്നെ ഞാൻ മേപ്പയൂരാണ് എൻ്റെ വീട്, കോഴിക്കോട്. ഈ മേപ്പയൂർ അതുപോലെ തന്നെ ഉള്ളിയേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ബാലുശ്ശേരി എന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോടുള്ള കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർ എൻ്റെ ബാൻഡിലുള്ള എല്ലാവരും, അതായത് ചുരുക്കം പറഞ്ഞാൽ ഒരു ഇങ്ങനെ സെൻറ്റർ കണക്കാക്കി ഇതിന് ചുറ്റുമുള്ള ആൾക്കാരാണ് എൻ്റെ ബാൻഡിലുള്ള കുറേ ആൾക്കാർ ചുറ്റിലും. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും വേറെ വേറെ ഇതില്ലായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ഒരു ബാൻഡ് ഫോം ചെയ്ത്, സഞ്ചാരി എന്നാണ് ബാൻഡിൻ്റെ പേര്. അങ്ങനെ അതിൽ കുറേ പാട്ടുകളൊക്കെ അങ്ങനെ ആ സമയത്ത് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ലജ്ജാവതിയെ, പിന്നെ അതുപോലെ എൻകരളിൽ താമസ രാക്ഷസി എന്ന് പറയുന്ന സോങ്, തിങ്കളെ പൂത്തിങ്കളെ, അങ്ങനത്തെ ഒരു പഴയ കുറച്ചൊരു എവർഗ്രീൻ ഹിറ്റില്ലേ, അത് അന്നത്തെ ഭയങ്കര ഒരു അടിപൊളി പാട്ടുകളൊക്കെ. അപ്പം അങ്ങനത്തെ പാട്ട് ഞങ്ങളൊന്ന് റീമേക്ക് ചെയ്ത് നമ്മളുടെ ബാൻഡിൻ്റെ ഒരു സൗണ്ടിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം ക്ലിക്കാവാനൊക്കെ തുടങ്ങിയപ്പോഴാണ് കുറച്ചും കൂടെ നമ്മളെ ബാൻഡ് എന്നുള്ളൊരു ഇതിലേക്ക് അതിലേക്ക് കുറച്ചൊരു പോപ്പുലാരിറ്റി കിട്ടി.
അങ്ങനെ ഷോസിലേക്ക് വന്നു. അതാണ് നമ്മളിപ്പോ ഈ കവർ സോങ്സ് വീട്ടിലിരുന്ന് നമ്മൾ അല്ലെങ്കിൽ കാറിലൊക്കെ ഇരുന്നിട്ടല്ലേ പാടി, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുമായിരുന്നു. ഈ ബാൻഡ് എന്ന് പറയുമ്പോൾ ലൈവാണ്, ലൈവ് ഓഡിയൻസ് ആണ്. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കാര്യങ്ങൾ. നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ റെക്കോർഡിങ്ങിന് പാടുന്ന പോലെ നമുക്ക് ഒരിക്കലും ലൈവില്, കാരണം റെക്കോർഡിങ് കുറച്ചും കൂടെ നമ്മൾ ഭയങ്കരമായിട്ട് ഒതുക്കി കുറച്ചുകൂടി ഒരു എന്താ പറയാ ഭയങ്കര കൺട്രോൾ ചെയ്ത് പാടും. റെക്കോർഡിങ് നമ്മൾ ഹെഡ്ഫോണൊക്കെ വെച്ച് പാടുന്ന സമയത്ത് മനസ്സിലാവും, അത് ഭയങ്കര ഡിഫറൻസാണ്. ഇപ്പം സ്റ്റേജ് നേരെ ലൈവിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ തിരിയും. കാരണം നമ്മൾ റെക്കോർഡിങ്ങിൽ അതേ ഒതുക്കി പാടിയത് ആരും ചിലപ്പോൾ കേൾക്കണമെന്നില്ല. ചിലപ്പോൾ ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടി ഓപ്പൺ ത്രോട്ടിൽ എങ്ങനെ ഉറക്കെ പാടേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ രണ്ടും രണ്ട് സീനാണെന്ന് തന്നെ പറയാം. ഈ ലൈവായിട്ട് നമ്മളൊരു ഇന്ററാക്ഷൻ ആണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏത് ജില്ലയിൽ പോയപ്പോഴാണ് ഭയങ്കര അടിപൊളി ഒരു ക്രൗഡിനെ കിട്ടിയത്? അങ്ങനെ പറയാൻ പറ്റില്ല, കുഴപ്പമാണ്. എന്നാലും എല്ലാ സ്ഥലത്തും പോയാലും നല്ല ഇന്ററാക്റ്റീവ് കിട്ടലുണ്ട്. നല്ല സെഷൻസ് തന്നെയാണ് കൂടുതലും പല സ്ഥലത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില സ്റ്റേജിൽ പോകുമ്പോൾ മിമിക്രി അല്ലെങ്കിൽ ഈ ലൈവ് ഷോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ അപ്പൊ ഒരു ഇന്ററാക്ഷൻ കിട്ടിയാണ് നമുക്കൊരു ചെയ്യാനുള്ള ഒരു എനർജി. കോളേജ് പോകുമ്പോഴാണ് കൂടുതലും എനിക്ക് കൂടുതൽ ഇഷ്ടം കോളേജ് ഷോസ് ചെയ്യാനാണ്. അതുകൊണ്ട് കോളേജിലാണ് എപ്പോഴും കൂടുതൽ പരിപാടി ചെയ്യുന്നത്. അപ്പം കോളേജ് ഷോ ചെയ്യാനാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ്. കയ്യിൽ നിന്ന് പോയ ഏതെങ്കിലും സ്റ്റേജ് ഷോ? കയ്യിൽ നിന്ന് പോയ സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അതിനെ കുറിച്ച് ഒരു കഥ പറയാം. ഇത് കുറച്ച് വലിയ കഥയായി. ഞാനത് ഈ അടുത്ത്, പക്ഷെ കയ്യിൽ നിന്ന് പോയി, പക്ഷെങ്കിൽ ഞാനത് വേറെ രീതിയിൽ അത് കൺവേർട്ട് ചെയ്തു. ആർക്കും മനസ്സിലായില്ല. എല്ലാവർക്കും മനസ്സിലായില്ല. അവർ വിചാരിച്ചു ഞാനിത് ഒരു സെഷനാന്ന് വിചാരിച്ച കുറെ ആൾക്കാർ. ഞാൻ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണെന്ന് വിചാരിച്ചു. കോളേജിൽ അത് കോളേജിന്റെ പേര് ഞാൻ പറയില്ല. മറ്റേ ഈ എൻ കരളിൽ താമസിച്ച മാപ്പു തരാം രാക്ഷസി എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ അതിൽ ഞാൻ സാധാരണ ചെയ്യാറ് ഇങ്ങനെ, പ്രണയക്കെസിനു മാപ്പു പറഞ്ഞില്ലേ ഉടക്കി ഉരുക്കി കഷക്കും ഞങ്ങള് മൈക്ക് കൊടുക്കും, അവർക്ക് കൈ കൊടുക്കും. അപ്പൊ അവര് രാക്ഷസി രാക്ഷസി അങ്ങനെ പാടും. അപ്പൊ ഞാൻ അടുത്തത് പറഞ്ഞു, കരിമഷിയിട്ട കറുത്ത കണ്ണിലെ കുറുമ്പു നൊട്ടങ്ങൾ അടിച്ചെടുത്തിടും രാക്ഷസി, നേരെ മൈക്ക് കൊടുക്കും അവർക്ക്. അപ്പൊ ഈ സാധനം എന്നോട് തെറ്റിപ്പോയി. അതായത് കരിമഷിയിട്ട കറുത്ത കണ്ണിൽ എന്നോട് ആകെ തിരിഞ്ഞുപോയി. അതായത് ഈ കരിമഷിയൊക്കെ ഞാൻ എന്തൊക്കെയോ പാടുന്നത്, എന്റെ ലിറിക്സ് മറന്നുപോയി. അപ്പൊ ഞാൻ ആകെ സ്റ്റക്കായി. ഞാൻ ഇവരെ കൊണ്ട് രാക്ഷസി 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 ഇങ്ങനെ പാടിക്കുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ ആലോചിക്കും, അടുത്ത പടച്ചോനെ ഇനി എന്താ പാടേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു സൗണ്ട് പോരാ ഒന്നുകൂടെ പാടുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പാടിയും, പ്രണയക്കെസിനും ഒന്നുകൂടെ പഠിച്ചു. വീണ്ടും എന്നോട് തെറ്റിപ്പോയി. ഒരു രക്ഷയില്ല. മനസ്സിലായോ? എന്റെ ബാൻഡിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി. ബാൻഡിലുള്ള ആൾക്കാർ എന്റെ മാനേജറൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇവനെന്താ കയ്യിൽ നിന്ന് പോയി നേരിച്ചു. പക്ഷെ ബാൻഡിലുള്ള ആൾക്കാരൊക്കെ ഫുള്ള് ചിരിയോ ചിരി. കാരണം നമ്മൾക്ക് ഇന്നിയേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു മൈക്ക് കൂടെ പറയും, എടാ കയ്യിൽ നിന്ന് പോയോ, മറ്റേ നമ്മൾ കേൾക്കുമല്ലോ, പുറത്താണിത് കേൾക്കാത്തത്, നമ്മൾ ഓഡിയൻസ് കേൾക്കില്ല. അപ്പം നമുക്കിത് കറക്റ്റ് ഫീഡ്ബാക്കിൽ ഇത് അറിയാൻ പറ്റും എന്തെല്ലാവരും പറയുന്നത്. അപ്പൊ ഞാൻ ബാക്കോട്ട് നോക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞാലും നേരെ സെഷൻ നേരെ തിരിച്ച് ഞാൻ, അതായത് ഈ പ്രണയ കേസിന് മാപ്പ് പറഞ്ഞില്ലേ എന്നുള്ള സാധനം ഞാൻ ഇവരെ കൊണ്ട് പഠിപ്പിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ ലെഫ്റ്റിലേക്ക് ഒരു നമ്മളെ ഈ ബാരിക്കേഡിന്റെ അപ്പുറം ഇപ്പുറം കുറെ ആൾക്കാരുണ്ട്. അപ്പം ലെഫ്റ്റ് റൈറ്റ് ആർക്കാണ് ഏറ്റവും കൂടുതൽ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തെ ലിറിക്സ് ഇങ്ങനെ ആലോചിക്കുക, എന്താ കുറച്ചുകൂടെ ഇങ്ങനെ ആലോചിക്കുക. മാപ്പൂറിൽ ഉടക്കി ഉടക്കി കഷ്ണം രാക്ഷസി കരിമഷീട്ട കറുത്ത. അപ്പൊ ഈ കിട്ടി. അപ്പൊ ഞാനതൊരു ഒരു ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു, ഇത് ഈ ലിറിക്സ് ആർക്കെങ്കിലും പാടാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാലഞ്ച് ചെയ്യും. കോളേജിൽ എത്ര പേര് നന്നായിട്ട് പാടും നോക്കട്ടെ, ആർക്കാണ് ധൈര്യമുള്ളത് വെച്ചപ്പോൾ കുറേ ആൾക്കാർ വന്ന് എല്ലാവരും തെറ്റിച്ച്. അപ്പോൾ എനിക്കൊരു സമാധാനം, എല്ലാവർക്കും തെറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ലിറിക്സ് പഠിച്ചു. അവസാനം ഒരു പയ്യൻ്റെ പേരോർമ്മയില്ല. അപ്പൊ ഞാൻ വന്നിട്ട് സാധനം പാടി. ഞാൻ അവസാനം അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, എനിക്ക് ലിറിക്സ് കിട്ടി. ഞാൻ പിന്നെ അത് പാടാൻ നിന്നില്ല, ഞാൻ നേരെ പാട്ടിലേക്ക് കയറി. ഇനി വീണ്ടും തെറ്റിപ്പിക്കേണ്ട കയ്യിൽ നിന്ന് പോകും. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷെ ഞാൻ അതെങ്ങനെയൊക്കെയോ ഹാൻഡിൽ ചെയ്തു. ഞാൻ വേറെ ഒരു സംഭവം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ ശരിക്കും കുറച്ച് ടെൻഷൻ ആയിപ്പോയി. അതായത് വരി തെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ നമ്മൾ തെറ്റിട്ടൊന്ന് പാനിക്കായ പിന്നെ ഒന്നും പിന്നെ നോക്കണ്ട. പിന്നെ ആ ഷോയെ ചിലപ്പോ കയ്യിൽ നിന്ന് പോയി തരും. അപ്പം അങ്ങനത്തെ അന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും ഫോണിലുള്ളത് കൊണ്ട് എല്ലാം കട്ടായിട്ട് എല്ലായിടത്തും. അതായത് എല്ലാവരും ഫോൺ ഇങ്ങനെ നിൽക്കുക. കാരണം രാക്ഷസി 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 എന്നിങ്ങനെ കാണാൻ വേണ്ടിട്ട് എല്ലാവരും ഫുള്ള് ഫോൺ വന്നിട്ടുള്ളത്. സാധാരണ പോലെ പണ്ടൊക്കെ ആണെങ്കിൽ ഷോസ് അവിടെ പോയി ആളുകൾ പറഞ്ഞു മാത്രമേ കേൾക്കൂ. ഇത് എല്ലാരുടെ കയ്യിലും ഫോണാ. പിന്നെ എല്ലാവരും ഇതന്നെ എടുക്കുക. അപ്പൊ ഞാൻ ഇതെന്തായാലും കയ്യിൽ നിന്ന് പോയി. എന്തായാലും തിരിച്ചു പിടിച്ചല്ലോ. ആർക്കും മനസ്സിലായി. ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ കഴിവ് അന്നെനിക്ക് മനസ്സിലായി മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയാ അത്.
വലിയ കാര്യമാണ്. ഓക്കെ, റെക്കോർഡിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സ്ട്രഗിൾ ചെയ്തത് എവിടെയായിരുന്നു? എങ്ങനെ, എന്ത് രീതിയിൽ സ്ട്രഗിൾ ചെയ്തു? നമുക്ക് ചിലപ്പോൾ പറയില്ല ഭയങ്കര ഈസി ആയിട്ട് ഞാൻ ആ പാട്ട് പാടി അങ്ങ് തീർത്തു, ചിലത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ പാട്ടും ഒരുപോലെ നമുക്ക് അങ്ങനെ റെക്കോർഡിങ് ഒതുങ്ങത്തില്ല കയ്യിൽ. അതെ അതെ. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം ഈ ഹരിഹരൻ സാറ് പാടുന്ന പാട്ടുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ ദാസേട്ടൻ പാടിയ ചില പാട്ടുകൾ, ഇതൊക്കെ പാടാൻ കുറച്ച് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ കുറച്ച് ടൈം എടുത്ത് റെക്കോർഡ് ചെയ്യണം. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഹരിശങ്കർ പാടുന്നത് അല്ലെങ്കിൽ കാർത്തിക് പാടുന്ന പാട്ടുകൾ എൻ്റെ ഫേവറേറ്റ് സിംഗേഴ്സാണ് ഇവരൊക്കെ. അപ്പം ഈ ഹരിഹരൻ സാറ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സിംഗറാണ്. അപ്പം ഇവരൊക്കെ പാടുന്ന പാട്ടുകൾ പാടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതായത് എനിക്കിഷ്ടം ഇതുമാണ്, പക്ഷേങ്കിൽ ഇതാണ് പാടാനാണെങ്കിൽ കുറച്ച് സമയം, ഞാൻ പൊതുവേ റെക്കോർഡിങ്ങിന് നല്ല സമയം എടുക്കും. സമയം എടുത്ത് എല്ലാം നീറ്റാക്കിയിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യാറുള്ളൂ. പിന്നെ തട്ടിക്കൂട്ടി ഇടയ്ക്ക് ഞാൻ വെറുതെ ലൈവിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പാടും. അല്ലാണ്ട് ഞാൻ എപ്പോഴും ഒരു മിനിമം ക്വാളിറ്റി എന്തായാലും ഞാൻ കീപ്പ് ചെയ്യും. കാരണം ഞാൻ അത് തുടക്കം മുതലേ ആ ഒരു സാധനം ഞാൻ കീപ്പ് ചെയ്തതിനെ കൊണ്ട് തന്നെ എനിക്കിപ്പം പെട്ടെന്ന് അങ്ങനെ പാടി ഇടാനും പറ്റില്ല. ഇപ്പോൾ വേഗം ഒന്നും ഒരു പാട്ടിടുന്ന പെട്ടെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം ആദ്യം മുതലേ ഇതിങ്ങനെ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വൃത്തിക്കാതെ ചെയ്യുന്നത്. അപ്പം ആ ഒരു സാധനം എപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റാപ്പ് സോങ്സ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം, വളരെ നല്ല അഭിപ്രായം. അല്ല, അതിൻ്റെ ഒരു ഫാനാണോ വെച്ചാൽ കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് റാപ്പ് പാടാനൊന്നും അറിയില്ല. പക്ഷെ ഞാൻ കുറേ പേരെന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നീ റാപ്പ് പാടുമോ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ സ്കൂൾ കലോത്സവം, ഞാൻ കുറേ സ്കൂൾ കലോത്സവത്തിന് റീസെൻ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഇങ്ങനെ കുട്ടികൾ നമ്മളെ ഫോണിലേക്ക് ഡയറക്റ്റ് വിളിക്കും. അതായത് ചേട്ടാ റാപ്പ് എന്തായാലും പാടണം പരിപാടിക്ക് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഓക്കെ ഒക്കെ പറയാം. അപ്പോൾ ഞാൻ സ്റ്റേജിലെത്തി വരും, എടാ എന്നെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു റാപ്പൊക്കെ പാടുമെന്ന്. ഞാനാണെങ്കിൽ ഫുള്ള് മറ്റേ മെലഡിയൊക്കെ പാടിയിട്ട്, എന്നിട്ട് അവസാനത്തെ ഒരു 1 hour സെഷൻ ആണെങ്കിൽ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് ഫുൾ മെലഡി, പിന്നെ അവസാനത്തേക്ക് അടിച്ചു പൊളിക്കാനുള്ള. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ റാപ്പൊക്കെ പറയുന്നുണ്ട്, ഞാനും മൈൻഡ് ചെയ്യില്ല, ഞാൻ റാപ്പ്. അങ്ങനെ അവസാനം ഞാൻ ഈ അടുത്ത് കുറച്ച് റാപ്പ് സ്റ്റൈലുള്ള കുറച്ച് നമ്മളെ പഴയ പാട്ടുകളില്ലേ, അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് പണ്ടത്തെ മലയാളം കുറച്ച് റാപ്പ് ഉണ്ട്. അത് മറ്റേ ഈ പാട്ടിൻ്റെ പേര് ഓർമ്മയില്ല, ഞാൻ അത് പാടിയിട്ടപ്പോൾ അത് വൈറലായി ഉണ്ടായിരുന്നു. പിന്നെ CID മൂസയിലൊരു സാധനമല്ലേനോ, മറ്റേ CID മൂസ, അത് ഞാൻ പാടിയിട്ടായിരുന്നു. അപ്പോൾ അത് വൈറലായി ഉണ്ടായിരുന്നു. പിന്നെ വേറെ മറ്റേ തെങ്കാശി പട്ടണത്തിലൊരു പാട്ട്, മറ്റേ സിത്താറ് തറഫിടിച്ചിട്ട വെട്ടുതാളം വിട്ടിച്ചിട്ട് ആസുരം മെഴുകി പാട്ടടി സരിക മേടിച്ച് കട്ടമൃതങ്കത്ത്, അങ്ങനെ ഒരു സാധനം അതിന്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു സാധനം ഞാൻ പാടിയിട്ടപ്പോൾ അതും ക്ലിക്കായി. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്നാൽ ഇതൊരു സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു. അപ്പം ഞാൻ അതങ്ങനെ കുറച്ച് ഇങ്ങനത്തെ ടഫായിട്ടുള്ള കുറച്ച് ലിറിക്കലി കുറച്ച് ടഫായിട്ടുള്ള സാധനങ്ങൾ ഞാൻ സെപ്പറേറ്റ് ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ CID മൂസ കിട്ടി. അതങ്ങനെ ആരും അങ്ങനെ ആ ഒരു പോർഷൻ ചെയ്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ പോർഷനും കുറേ ആൾക്കാർ ചെയ്തില്ല, പക്ഷേ കുറച്ച് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ആ സെഷൻ ആ ഒരു റീൽ കുറേ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് കുറേ പേര് പറഞ്ഞു ഈ ഒരു സ്റ്റൈൽ ചെയ്ത് നോക്ക് എന്നൊക്കെ പറയട്ടെ. അപ്പം ഞാൻ കുറച്ചൊന്ന് മാറ്റി പിടിച്ച് കുറേ മെലഡി ചെയ്തെന്ന് കുറച്ചൊരു ഡിഫറെൻറ്റ് അങ്ങനത്തെ ഒരു രീതിയിൽ കുറച്ച് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടി ഇഷ്ടം അല്ലെങ്കിൽ റാപ്പിനൊരു ഞാൻ കാണാൻ പോകാറുണ്ട്. ഡാബ്സി അല്ലെങ്കിൽ ജിന്നൊക്കെ പോലെയുള്ള, അപ്പൊ ആ ഒരു സ്റ്റൈൽ പിടിക്കണമെന്ന് തോന്നിയിട്ടില്ലായിരുന്നു? പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. ആ ഒരു ടെൻഷൻ ട്രൈ ചെയ്ത് ഒരെണ്ണം ഇട്ട് നോക്കാവുന്നതാണല്ലോ. റാപ്പൊക്കെ എഴുതുവോ? ഇല്ല, ഞാൻ എഴുതില്ല. എഴുതാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ അടുത്ത വർഷമാകുമ്പോഴത്തെ എന്തായാലും ഒരു പാട്ട് ഞാൻ എഴുതി തന്നെ ഓൺ മ്യൂസിക് അടുത്ത വർഷം ഒരു 10 എന്തായാലും ഞാൻ ഇറക്കും. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റെക്കോർഡിങ്, മ്യൂസിക്, ലൈവ്, ബാൻഡ്? ഇല്ല, മ്യൂസിക് തന്നെയാണല്ലോ ഫുൾ ടൈം, അതുകൊണ്ട് എല്ലാം മാനേജ് ചെയ്ത് പോകും, കുഴപ്പമില്ല. ആദ്യം ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പറ്റില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാം ഒന്ന് സ്കെഡ്യൂൾ ചെയ്ത് എല്ലാം ഓരോന്നിനും ഓരോ സമയം കണക്കാക്കി അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് ടൈറ്റ് സ്കെഡ്യൂൾ ആണ് ലൈഫ്. അതെ, കുഴപ്പമില്ല. ഓക്കെ, ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നത്? ഞാനിപ്പോ പഠിച്ചത് ജേർണലിസം ആണ് പറഞ്ഞല്ലോ, അപ്പൊ അവരെന്തായാലും ഓർക്കുന്നത് ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് പോകുന്നതായിരിക്കും. മ്യൂസിക്കിനോട് ഇഷ്ടമുണ്ടെന്ന് അവർക്ക് അറിയുമായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞില്ലേ, അതായത് ഇനിയിപ്പോ ഈ മ്യൂസിക് ഇതൊക്കെ ചെയ്തിട്ട് ധാരാളം മ്യൂസിഷ്യൻസ് ഒക്കെ ഉണ്ട്, ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് എല്ലാവരും വീട്ടിലൊരു ടെൻഷൻ ഉണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം എൻ്റെ ലൈഫിലും ഇതേ ക്വസ്റ്റ്യൻ ഒരു 7-8 മാസം മുൻപ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛനമ്മ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട്, അല്ല എന്തെല്ലാം സ്ഥിതി, ഞാൻ വെച്ചാൽ എന്തായാലും അല്ല നമ്മള് ജോലിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു ഇതാണല്ലോ എൻ്റെ ജോലി. അത് പറഞ്ഞു അല്ല ഇതല്ല, നമുക്ക് എന്തെങ്കിലും സൈഡായിട്ട് എന്തെങ്കിലും, കാരണം ഇവർക്ക് ടെൻഷൻ.
അപ്പം ഞാൻ പറഞ്ഞ സൈഡായിട്ട് ഞാൻ പറഞ്ഞ അവസാനം എനിക്ക് പറഞ്ഞു എനിക്ക് പറ്റില്ല, കാരണം ഞാൻ നോക്കാം, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ മ്യൂസിക്കിൽ കുറച്ചൊരു ഗ്യാപ്പ് എനിക്ക് അതൊരു 1 ഇയർ ഞാനൊന്ന് ബ്രേക്ക് എടുക്കട്ടെ എല്ലാ കാര്യത്തിൽ നിന്നും. അത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ വേറെ പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒഴിവാക്കി കംപ്ലീറ്റ്ലി ഞാൻ മ്യൂസിക്കിലേക്ക് ഇറങ്ങി. വീട്ടിൽ തന്നെ ഒരു വർഷത്തോളം ഞാൻ ഈ കവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്നു. അത് പ്ലാൻ ചെയ്തിട്ടായിരുന്നു അതോ ഇനി എന്ത് പ്ലാൻ മ്യൂസിക്കിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം ഇരുന്നതായിരുന്നു? അതെ, മ്യൂസിക്കിന് വേണ്ടി ഇതിൽ എന്തെങ്കിലും ആവാൻ പറ്റുമോ നോക്കാം, അതായത് ആയി തീരണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആവാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമായിരുന്നു അത്. അപ്പം അങ്ങനെ വീട്ടിലിരുന്ന് ഞാൻ എൻ്റെ റൂമിലേക്ക് ഒരു AC എല്ലാം വാങ്ങി ഫുൾ റെക്കോർഡിങ് ഒരു സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു എന്താ പറയുക ഈ കവേഴ്സിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് പിന്നെ എനിക്ക് എൻ്റെ ഒരു ടൈപ്പ് ഓഫ് എങ്ങനത്തെ പാട്ടുകളാണ് എൻ്റെ ഓഡിയൻസിന് ഇഷ്ടം എന്ന് എനിക്ക് കുറേ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അവർ കുറേ പാട്ടുകളൊക്കെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരാണ് സത്യം പറയുകയാണെങ്കിൽ എന്നെ ഈ ഒരു ഇവിടെ എത്തിക്കാൻ കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം കാരണം അതിൽ നിന്നാണ് എനിക്ക് കുറേ ഷോസും കാര്യങ്ങളും എൻ്റെ റെക്കോർഡിങ് പരിപാടികളായാലും എല്ലാം നടന്നു പോകുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഇതിൽ നിന്നൊക്കെ തന്നെയാണ്. ഓൺലൈൻ മീഡിയാസ്. അതെ, ഓൺലൈൻ മീഡിയാസ്. അതെ. ഓക്കെ, സ്റ്റുഡൻസ് കുറേ സ്റ്റുഡൻസ് ഉണ്ടല്ലോ അല്ലേ? സ്റ്റുഡൻസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഓൺലൈൻ ക്ലാസ് എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ അതും പറഞ്ഞ പോലെ എല്ലാം ഒരു ചിട്ടയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ രാവിലെ എണീക്കും, എന്നിട്ട് എണീറ്റ പാടെ തന്നെ ക്ലാസ് എടുക്കും. പിന്നെ മോർണിംഗ് ഉണ്ട്. മോർണിംഗ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 6 മണി മുതൽ ഞാൻ പഠിക്കുന്നുണ്ട് ഇവിടെ NSQ എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ, പിന്നെ കൊച്ചിയിൽ പഠിക്കുന്നത്. അപ്പം 8:30 ഒരു 9 മണിയാകുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം, ക്ലാസ് പോകണം. അപ്പോൾ അതുവരെ ഞാൻ ക്ലാസ് എടുക്കും. ഒരു 8:30 വരെയൊക്കെ ഞാൻ ക്ലാസ് എടുക്കും. പിന്നെ അവിടുത്തെ ക്ലാസ് 1 മണിക്ക് കഴിഞ്ഞാൽ വീണ്ടും ഒരു വൈകുന്നേരം എത്തി റെസ്റ്റ് എടുത്ത് ഒരു 4 മണിക്ക് വീണ്ടും തുടങ്ങും അടുത്ത സെഷൻ. അന്നിപ്പോൾ പ്രോഗ്രാമൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ അത് മാറ്റും. അതായത് എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഷോസ് ഉള്ള സമയത്ത് തിരക്കാണെങ്കിൽ നമുക്കത് എന്താ പറയുക വേറൊരു ദിവസത്തേക്ക് മാറ്റാൻ പറ്റും. നിങ്ങളുടെ സമയം എൻ്റെ സമയം ഓക്കെ ആണ്, നമുക്ക് ആ ഒരു അതെ അങ്ങനെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുള്ളൂ. 1 hour വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം അങ്ങനെ അത് കൃത്യമായിട്ട് ഇപ്പോൾ അവർ കൃത്യമായിട്ട് മെസ്സേജ് അയക്കും. ഇപ്പോൾ അവരുടെ ക്ലാസ്സിൻ്റെ ടൈം ആകുമ്പോൾ അവർ മെസ്സേജ് അയക്കും, ചേട്ടാ ഇന്ന് ഫ്രീ ആണോ, അല്ലെങ്കിൽ സാർ ഇന്ന് ഫ്രീ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കും. അപ്പോൾ ഞാൻ പറയണം ഇന്ന് ഫ്രീ അല്ല, നമുക്ക് നാളെ ഇത്രയും ദിവസം എനിക്ക് ഫ്രീ ഉണ്ട്, ഇതിൽ നീ ഇഷ്ടമുള്ള സമയം സെലക്ട് ചെയ്തോ. അങ്ങനെ കുറേ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പുറത്തധികവും, ഡോക്ടേഴ്സും ടീച്ചേഴ്സും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. പണ്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ. അതെ, അതാണ് കൂടുതലുള്ളത്. സത്യം പറയുകയാണെങ്കിൽ കുട്ടികൾ എൻ്റെ കയ്യിൽ കുറവാണ്. ഒരു ചെറിയ 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അത് മാത്രം ഞാൻ ചെറിയ മക്കളിൽ ആകെ ഒരു ചെറിയ കുട്ടീനെ മാത്രമേ എടുത്തു. ബാക്കിയൊക്കെ ഇപ്പൊ 58 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സൗത്ത് ആഫ്രിക്കയിലുള്ള പേര് ഞാൻ പറയുന്നില്ല, 2 പേരുണ്ട്. മലയാളീസ്. അവരവിടെ സെറ്റിൽ ആയതാ. അവരെ ഭയങ്കര എനിക്കിത് പറഞ്ഞപ്പോ എന്തോ ഓർമ്മ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഒരാള് ഡ്രൈവിംഗ് ഭയങ്കര കോമഡി സീനാ. പക്ഷെ ഇത് രസമാണ്. ഇവര് കറക്റ്റ് മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പൊ എന്താന്ന് പറഞ്ഞാല് നമുക്ക് പഠിപ്പിക്കാനും ഒരു ഇഷ്ടം, നമുക്ക് ഇഷ്ടം. മോനെന്ന് വിളിക്കും. ഞാൻ അവരെ ടീച്ചേഴ്സ് അവരവിടുത്തെ. അപ്പൊ ഞാൻ ടീച്ചർ ഇന്ന് ഫ്രീ ആണോ, അപ്പം നല്ല രസമാണ്. ഇതാ ഇന്നിപ്പോ ഒരു ടീച്ചർ ക്ലാസ് എടുത്തിട്ടാ വരുന്നത്. അതെ, എനിക്ക് തോന്നുന്നു ഓൺലൈൻ വന്നേ പിന്നെ വേറെ രാജ്യത്തുള്ള പലരും കുറെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത്. ഡാൻസ് ടീച്ചേഴ്സിനും മ്യൂസിക്കിനും രണ്ടിനും സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അബ്രോഡ് ഉള്ള ആളുകളാണ് അല്ലേ? ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ പാട്ട് പാടുന്ന ആളുകളെ ഈ പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവർക്കും ഒരു സ്വപ്നമായിരിക്കും, നമ്മുടെ പാട്ടിൽ ഒരു പാട്ട് പാടുന്ന ആളാണെങ്കിൽ നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള റിക്വസ്റ്റും സംഭവങ്ങളൊക്കെ വരാറുണ്ടാവുമല്ലോ, മെസ്സേജ് ഇഷ്ടം പോലെ വരാറുണ്ട്, ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. നോക്കാറുണ്ട്, പക്ഷെ അത് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. കാരണം അത് കുറേ മെസ്സേജ് വരും. ആദ്യം ഞാൻ എല്ലാവർക്കും കൊടുക്കായിരുന്നു, എല്ലാവർക്കും. അപ്പോൾ ഒരു 100 കമന്റ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ആ 100 കമന്റ് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു, അതായത് ആദ്യ സമയത്ത്. പക്ഷെ ഇപ്പൊ അത് കമന്റ്സിന്റെ എണ്ണം കൂടിയപ്പം നമുക്ക് റിപ്ലൈ ആക്ഷൻ ബ്ലോക്കിന്റെ ഒരു പ്രശ്നം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടല്ലോ, അറിയാലോ. അപ്പോൾ ഒരു 10-20 പേർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത പണി നമുക്ക് ഇൻസ്റ്റാഗ്രാമിന് തരും, യുവർ അക്കൗണ്ട് ആക്ഷൻ ബ്ലോക്കിൽ പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു 10 ദിവസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഒഴിവാക്കും. പേഴ്സണൽ മെസ്സേജ് വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ നോക്കും. പക്ഷെ എന്നാലും റിക്വസ്റ്റിൽ വരുന്ന ഇടയ്ക്ക് പരിപാടിയൊക്കെ ആയിട്ട് തിരക്കാകുമ്പോൾ അത് നോക്കൂല അങ്ങനെ. പക്ഷെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാവരും മെസ്സേജും നോക്കി റിപ്ലൈസ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ
ആദ്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് കൂടുതലും എൻ്റെ സമയം കൂടുതൽ ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പം മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇതാണ് സത്യാവസ്ഥ. ഞാൻ ചോദിക്കാനുള്ള റീസൺസ് കാരണം പെൺപിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, നമുക്കറിയാം. പാട്ട് പാടുന്ന ആൾക്കാരോട് വല്ലാത്ത, പാട്ട് പാടുന്ന, ചിത്രം വരയ്ക്കുന്ന അങ്ങനത്തെ ആൾക്കാരോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. കമ്മിറ്റഡ് ആണോ? അല്ല, അതിനാണെങ്കിലും അല്ലാതെ പറയാം. എന്നാലും ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. കാരണം ഇനി പറയാം ഇതായിരിക്കും ഇവരുടെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയാം. നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്കോ. ഓക്കെ, ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയാം. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഏതൊക്കെ സോങ്സ് ആണ് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് ഒന്ന് പാടിയാൽ മതി. അപ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു പെങ്കൊച്ച് ഇങ്ങനെ ഒരു പച്ചപ്പൊക്കെയുള്ള ഒരു നെൽവയലിന്റെ നടുക്ക് കൂടെ ഇങ്ങനെ നടന്നു വരും. ആ പാട്ട്. ഓക്കെ, ഒരു നമുക്ക് തേപ്പൊക്കെ കിട്ടി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കടന്നു പോവാണ്. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി. ഈ പാട്ടുമുണ്ട്. പിന്നെ ദീപക് ദേവ് സാറിൻ്റെ ഒരു പാട്ടും കൂടെ ഉണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ. ഈ രണ്ട് പാട്ടും എൻ്റെ മനസ്സിൽ എപ്പോഴും വരും. ഒരു പാട്ടല്ല, ഈ രണ്ട് ഞാൻ ഇത് വെക്കുകയാണ്, രണ്ടും വെക്കാറുണ്ട്. നമുക്കൊരു തേപ്പ് കിട്ടിയ സമയത്ത് ഇതൊക്കെ ഇത് തന്നെയായിരുന്നു. ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് പാട്ടിന്. പ്ലേലിസ്റ്റ് ഉണ്ട്. ഓക്കെ. നമ്മുടെ എക്സിനെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കാറില്ല. എന്നാലും ഈ പാട്ട് പൂക്കൾ പൂക്കും തരുണം ആരുയിരേ പാർത്തതാരുമില്ലേ. ആ പാട്ട് ഇതൊന്നും തമ്മിലങ്ങ് ചേരുന്നില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ ആണ്. എല്ലാ നമ്മുടെ കസിൻസും ഫ്രണ്ട്സും എല്ലാവരും ഉള്ള, ഫ്രണ്ട്സ് അല്ല, ഫാമിലി ഗെറ്റ് ടുഗെദർ. ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഇപ്പൊ ചോദിച്ചാൽ ഒന്നും കൂടെ ഒന്ന് പറയോ? പാട്ടാലേക്കോ നമുക്ക്, അതായത് ഇപ്പൊ നമ്മുടെ ഫാമിലി എല്ലാവരും ഒരുമിച്ച് കൂടി വീട്ടിൽ നമ്മളൊരു ഗെറ്റ് ടുഗെദർ പോലെ. ആ സമയത്ത് നമുക്ക് ആ സിറ്റുവേഷന് പറ്റിയൊരു സോങ്. അങ്ങനെ ഇപ്പൊ ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്നൊരു പാട്ട് വരുന്നില്ല. എന്നാലും ഫാമിലി ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അടിപൊളി പാട്ടാണോ അല്ലെങ്കിൽ എന്തായാലും പെട്ടെന്ന് പോയി എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ അമ്മ അച്ഛൻ ഫാമിലി എല്ലാവരും നമ്മുടെ തറവാട് ആ ഒരു ഫീലൊക്കെ വരുന്ന ഒരു പാട്ടിലാവില്ലേ? അടിപൊളിയാണെങ്കിൽ കുറച്ച് അങ്ങനത്തെ ഒരു സെലിബ്രേഷൻ മൂഡ് പാട്ട് ഏതെങ്കിലും ആയിരിക്കും. ഇനി അതല്ല മെലഡി ആണെങ്കിൽ കുറച്ച് പഴയതായി ഞാൻ സെലക്ട് ചെയ്യാം. അതിപ്പോ ഒരു പഴയ ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഇതാണ് മെലഡിയാണ് സെലക്ട് ചെയ്യുക. കാരണം എല്ലാ ആൾക്കാരും ഉണ്ടാവല്ലോ. പക്ഷെ ഇതൊരു ലവ് സോങ് പോലെയോ? ഇല്ല. ഇനി അടിപൊളിയാണെങ്കിൽ കുറച്ച് അങ്ങനത്തെ ഒരു ഇനി നമ്മള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കാറിലൊക്കെ വൈബ് ചെയ്ത് പോവാണ്. ആ സമയത്തുള്ള ഒരു സോങ്. മാണിക്യച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. അങ്ങനത്തെ പാട്ട്. ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചു. കുറച്ച് ഞാൻ എന്നെ ഡപ്പാങ്ങത്ത് വളരെ കുറവായിരിക്കും. മെലഡി എനിക്ക് കൂടുതൽ ഇഷ്ടം മെലഡീസ് ആണ്. പക്ഷെ ഡപ്പാങ്കുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റേജിൽ പാടുന്ന സമയത്ത് ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഡപ്പാങ്കുത്ത. എന്റെ കവേഴ്സ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത പരിപാടി എന്റെ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത്. പേഴ്സണലി ഇഷ്ടം മെലഡീസാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് എനിക്ക് റാപ്പ് സോങ് രണ്ടും എക്സ്ട്രീം ആണല്ലോ. കൂടുതൽ എനിക്ക് മെലഡീസ് പാടാനും മെലഡീസ് കമ്പോസ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതെ. നമ്മൾ തേച്ചിട്ട് പോയ കാമുകിനെ വീണ്ടും കണ്ടുകിട്ടുന്നു. തേച്ചില്ലേ പെണ്ണെ ആ പാട്ടേ വരുള്ളൂ. ഇനി അമ്മ ഓർക്കുന്ന സമയത്ത് അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തുളസി പോലെ. ഇനിയിപ്പോ കുറെ പിള്ളേര് ഇപ്പൊ ഗേൾസ് ഒക്കെ മീൻസ് മെസ്സേജ് അയക്കാറുണ്ട്, റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല എന്ന് പറഞ്ഞല്ലോ. അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ഒരു പാട്ടും കൂടെ പഠിക്കും. അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്താണെങ്കിൽ കുറെ പാട്ടുണ്ടോ? തൽക്കാലം ഒരെണ്ണം. എന്തായാലും എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഞാൻ ഒരു പാട്ട് ഡെഡിക്കേറ്റ്. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാം. ദൂരെ ആകാശ തണലിൽ തനിച്ചിരിക്കാം. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം. സ്വർഗങ്ങളെ സ്വന്തമാക്കാം.
എല്ലാവർക്കും വേണ്ടി. ഓ മൈ ഫ്രണ്ട്, നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. ഓ മൈ ഫ്രണ്ട്, നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ മുഖം. ഇത് വളരെ നല്ല നൈസ് സോങ് ആട്ടോ. കാരണം നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും അത് ഞാനിത് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ റീലിൽ എനിക്കൊന്ന് ഏറ്റവും നല്ല രീതിയിൽ ഷെയർ പോയ ഒരു പാട്ട് ഇതായിരുന്നു, ഏറ്റവും കൂടുതൽ ഷെയർ പോയ. ഓക്കെ. ഇനി നമ്മുടെ രശ്മിക മന്ദാനയായിട്ട് ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു സമയം എങ്ങനെ ഓർക്കുന്നത്? ആ സമയം എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നി. കാരണം അന്ന് രശ്മിക അവിടെ ഒരു മറ്റേ ഒരു ഇനാഗുറേഷൻ വന്നതായിരുന്നു രശ്മിക. അപ്പോൾ ആ സമയത്ത് ഞാൻ കൊച്ചിയിൽ നിന്നായിരുന്നു അത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ടാണ് അന്ന് കാണുന്നത്. അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് അവിടെ പോയി ഞാൻ ഇങ്ങനെ വിറക്കി, എനിക്കിങ്ങനെ കാലും കൈയൊക്കെ സാധനം എനിക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടാവാറില്ല. അപ്പോഴൊന്നും എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷേ ഇത് ഭയങ്കര സെക്യൂരിറ്റീസും, അപ്പം ഇവരിങ്ങനെ പുള്ളിയുടെ അടുത്ത് എത്താൻ കുറേ ആൾക്കാരെ കണ്ടതിന് ശേഷമാണ് പുള്ളിയുടെ അടുത്ത്. കാരണം ആദ്യം സെക്യൂരിറ്റി, പിന്നെ ബൗൺസേഴ്സ്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പം ഭയങ്കര ടെൻഷനായി ഫുള്ള്. ഇങ്ങനെ കണ്ടൊരു ഫോട്ടോ എടുക്കുന്ന സമയത്തെ ആകെ ടെൻഷനായി. പക്ഷേ ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് ഫോട്ടോ ഈ പറഞ്ഞ പാട്ട് വൈറൽ പോലെ തന്നെ ഫോട്ടോ വൈറലായി. കാരണം ലക്ഷ്മിക്കായിട്ട് അങ്ങനെ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. അന്നത്തെ ഈ പ്രോഗ്രാമിൽ തന്നെ കുറച്ച് ആൾക്കാർക്ക് ഫോട്ടോസൊക്കെ കിട്ടിയുള്ളത്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞാൻ അന്ന് കൊല്ലത്ത് പോയിണ്ടായിരുന്നു അവിടെ ആ ഫംഗ്ഷന്. അപ്പം ഞാൻ അവിടെ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് വന്നിട്ടാണ് ലക്ഷ്മികനെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അതെ, രണ്ടുപേരെ കാണാൻ പറ്റി. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ ഞാൻ റീല് കണ്ടായിരുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഫുൾ ധൈര്യവും. പുള്ളി പാട്ടിനെ പറ്റി അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായി മധുപോലെ പെയ്ത മഴയെ. പക്ഷെ ഞാൻ അവർക്ക് അറിയാലോ ഞാൻ അതിന്റെ മലയാളമാണ് പാടിയത്. പക്ഷെ പുള്ളി അവിടുത്തെ ലാംഗ്വേജ് പുള്ളി പക്ഷെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം മ്യൂസിക് അതിന്റെ കംപ്ലീറ്റ്ലി അറിയാലോ. പക്ഷെ പുള്ളി ഇങ്ങനെ നിന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആ പാട്ട് പാടി. അതെ. ഓക്കെ, മലയാളം, തമിഴ്, നമുക്ക് കുറെ ഭാഷകളുണ്ട്. മലയാളം എന്തായാലും നമ്മുടെ മദർ ടങ് ആണ്. എന്നാലും കുറച്ചുകൂടി അതല്ലാതെ വേറെ ലാംഗ്വേജസിൽ ഇഷ്ടമുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടം തമിഴാണ്. എനിക്ക് തമിഴാണ്. തമിഴ് സോങ്സ് പാടാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. തമിഴ് ഞാൻ എപ്പോഴും പരമാവധി അങ്ങനെ തമിഴ് സോങ്സ് കവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്നാലും അതായത് ഓഡിയൻസിന്റെ റിക്വസ്റ്റ്, പക്ഷേ മലയാളി ഓഡിയൻസ് ആണ് കൂടുതലുള്ളത്. അപ്പം വീണ്ടും മലയാളത്തിലേക്ക് ഇറങ്ങും. ഓക്കെ, നമ്മൾ ഇപ്പൊ ഫാമിലിയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. അവർ സപ്പോർട്ടല്ല, അവർ നമ്മൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് വിഷമിച്ചൊരു സമയം. അത് കഴിഞ്ഞിട്ട് അവർ പ്രോഗ്രാം കാണാൻ വന്ന ഒരു ടൈം പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മൊമെന്റ് എന്ന് ഓർത്ത് അതൊരു ഭയങ്കര മെമ്മോണ്. കാരണം എന്താണെന്ന് പറഞ്ഞാല് എവിടെ? കോഴിക്കോട് വെച്ചാ? കോഴിക്കോട് ഒരു കോളേജിൽ നിന്നായിരുന്നു ഫസ്റ്റ് ഞങ്ങളെ ബാൻഡിന്റെ ഒരു വലിയ ഷോ ആയിരുന്നത്. ആ സമയത്ത് പിന്നെ ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ല, ഞാൻ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി നാട്ടിലേക്ക് വന്ന് അങ്ങനെ ഫസ്റ്റ് ഷോ അത് നാട്ടിൽ നിന്നുള്ള കോഴിക്കോടുള്ള ആദ്യത്തെ കുറെ അത്യാവശ്യം നല്ല പ്രൊഡക്ഷനൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വലിയ ഷോ. അന്ന് അച്ഛനും അമ്മയും എൻ്റെ അച്ഛൻ്റെ അനിയനും അവരുടെ ഫാമിലിയും എല്ലാവരും, കാരണം ഇത്രയും ഭയങ്കര എന്താ പറയുക ടെക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അവർ അന്നത്തെ പരിപാടി കണ്ടിട്ട് എൻ്റെ അമ്മോ ഇങ്ങനൊക്കെ, അതായത് ലൈറ്റും കാര്യങ്ങളും സൗണ്ട് എഞ്ചിനീയർ മറ്റ് പണ്ട് അങ്ങനെയല്ലല്ലോ. നമ്മളൊരാൾ വിളിക്കുന്നു, നമ്മൾ അവിടെ പോയി പാടുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. അതും അച്ഛനെപ്പോഴും ആദ്യമൊക്കെ പരിപാടിക്ക് വരും. ഈ അടുത്താണ് ഇങ്ങനെ പ്രോഗ്രാംസിനൊന്നും എൻ്റെ കൂടെ വരാതെ. കാരണം കുറച്ച് വലുതായപ്പം പിന്നെ അച്ഛൻ്റെ വഴിക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയില്ല. അപ്പോൾ ആ സമയം വരെ ചെറുപ്പം മുതലേ അച്ഛൻ എല്ലാ പ്രോഗ്രാംസിനും ഇപ്പോൾ കോമ്പറ്റീഷൻ ആയാലും അല്ലെങ്കിൽ അച്ഛനും പാടുമോ? അച്ഛൻ അല്ല, നമ്മളെ മ്യൂസിക്കിൽ ഫാമിലിയിൽ കുറച്ച് ആൾക്കാർ പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇല്ല, മ്യൂസീഷ്യൻസ് ഒന്നല്ല. അല്ല. പിന്നെ അനിയത്തി ചെറുതായിട്ട് പാടും. അനിയത്തി പാടും. അതെ, നിങ്ങൾ രണ്ടുപേരും പാടും. പക്ഷെ ഇല്ല, അവള് ഈ മ്യൂസിക് ഇതിലേക്കല്ല വന്നത്. അവള് വേറെ പഠിക്കുക, എറണാകുളത്ത് വേറെ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ചെയ്ത് പഠിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ പാടും, നല്ലോണം പാടും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എപ്പോഴും ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സംഭവം, സ്റ്റേബിൾ അല്ലല്ലോ. അപ്പൊ നമുക്ക് പ്ലേ ബാക്ക് സിംഗർ ആവുക എന്നുള്ളതാണ് അല്ലേ ലക്ഷ്യം. അപ്പൊ സിനിമയിലേക്കുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ അത് എപ്പോ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സും എഴുതുന്ന ആൾക്കാരും അതുപോലെ ഡയറക്ടേഴ്സൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇപ്പോഴത്തെ മെയിൻ കുറേ ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവറാണ്. അപ്പം
അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും വരികയായിരിക്കും. ഇതുവരെ ഓഫേഴ്സ് ഒന്നും വേറെ ഇതുവരെ വന്നിട്ടുണ്ടോന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ പറയില്ല, കാരണം ഇതൊക്കെ എന്താവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതെ, സിനിമേന്റെ കാര്യങ്ങളല്ലേ. പക്ഷെ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ, ഒന്നും രണ്ടും അല്ല, കുറെ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ അടുപ്പിച്ച് തന്നെ അതിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കാണും. വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അടുത്ത വർഷമാണ് ഞാൻ വിചാരിക്കുന്നത്, അറിയില്ല ഇനി അടുത്ത വർഷം. എന്തായാലും അടുത്ത വർഷം എന്റെ പാട്ടുകളൊക്കെ, എന്റെ ഓൺ കമ്പോസിഷൻസ് ഒക്കെ അടുത്ത വർഷം ഇറങ്ങും. അതെ, നമ്മൾ ഞാൻ ഇതാക്കുന്നത്. അതുകൊണ്ട് അടുത്ത വർഷം അതൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് ഈ പാട്ടുകാർ പറഞ്ഞ ഇപ്പോ ഈ ഇൻസ്റ്റയൊക്കെ വന്നതിന് ശേഷം ഒത്തിരി ആളുകളുണ്ട്, ഒരുപാട് ആൾ, ഇത്ര നല്ല ടാലന്റ് ആയിട്ടുള്ള. അത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഈ ഫോളോവേഴ്സ് എന്നുള്ള സംഭവം എനിക്ക് അതിൽ വലിയ ഇതില്ല. കാരണം എന്താ പറഞ്ഞാൽ ഒരു 500 ഫോളോവർ ഉള്ളാലും 1000 ഫോളോവർ ഉള്ള ആൾക്കാർ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരുണ്ട് നന്നായിട്ട് പാടുന്നത്. അതായത് അവർക്ക് എത്ര പാടിക്കഴിഞ്ഞാലും എന്താ പറയാ, അത് എന്താണ് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ളത് എന്നുള്ളൊരു സംഭവമല്ലേ. ഇതെങ്ങനെ ചെയ്യണം. അപ്പൊ ഞാൻ കുറെ പേരെ ഹെൽപ്പ് ചെയ്യലുണ്ട്. അവിടെ ഇങ്ങനെയൊക്കെ ചെയ്താലാണ്. ഇടയ്ക്ക് ഞാൻ പാട്ടൊക്കെ സ്റ്റോറി ഒക്കെ ഇട്ടു, നമ്മളെ പരിചയത്തിലുള്ള കമ്പനിക്കാരൊക്കെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ സ്റ്റോറി ഒക്കെ ഇട്ടു. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ടിനി ടോം ഇല്ലേ ചേട്ടൻ പറയും ഡെയിലി ആക്ടേഴ്സ് വരിക, ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ച് അതാ. അതുപോലെ നിങ്ങൾക്കും ഡെയിലി മ്യൂസിഷ്യൻസ്. അതെ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്റെ പരിചയത്തിന്, ഇഷ്ടം പോലെ സിംഗേഴ്സ്. അത് എനിക്ക് തോന്നുന്നു ക്ലിക്ക് ആയതിനെക്കാട്ടിൽ കൂടുതൽ ഈ ക്ലിക്ക് ആവാത്ത കുറെ നല്ല മ്യൂസിഷ്യൻസ് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇതിൽ സസ്റ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് ഈ ഒരു ജേണി കൊണ്ടുവന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡ് വർക്ക്, കുറച്ച് നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാൻ വേണം, പിന്നെ കുറച്ചൊരു ഭാഗ്യം വേണം, ലക്ക് ഫാക്ടർ നല്ലോണം വേണം. അതെ, അതും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ? ഓൺലൈൻ ക്ലാസ്, പിന്നെ ലൈവ് ഷോ, റെക്കോർഡിംഗ്. അല്ലെങ്കിൽ സ്കൂൾ ഓഫ് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞൊരു ആശയമൊക്കെ നടപ്പുണ്ടോ? അത് മനസ്സിലുണ്ട്, മിക്കവാറും 1-2 വർഷം. എവിടെ നാട്ടിൽ തന്നെ തുടങ്ങാനാണോ, കൊച്ചിയിലാണോ? കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചി. ആദ്യം ഈ നാട്ടിൽ തന്നെ കോഴിക്കോട് ചെയ്യാനാണ് കുറച്ചുകൂടെ താല്പര്യം. ഇനി അഥവാ സെറ്റ് അല്ലെങ്കിൽ ഞാൻ കൊച്ചിയിലേക്ക്, എന്നാലും കോഴിക്കോടാണ് കൂടുതൽ ചാൻസ് വരുന്നത്. ബിസിനസ് പരമായി തിങ്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കൊച്ചിയായിരുന്നു. അതെ, ആ ഒരു, പിന്നെ അതുപോലെ കോഴിക്കോട് ബ്രാഞ്ചസ് ആവാലോ. അതെ, ആവാം. അല്ലേ? മണിച്ചേട്ടന്റെ സോങ്സ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ റാപ്പ് സോങ്സ് ഒക്കെ വന്ന പോലെ ആ ടൈമില് 90s-ലൊക്കെ, 80s-ലല്ലോ 90s അല്ലേ, ആ ഒരു ടൈമിൽ ആ പാട്ടുകൾ ഉണ്ടാക്കിയ ഒരു ഓളം വേറെ ലെവലാണ്. ആ പാട്ടുകളൊക്കെ പാടി ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഷോസിന്, അതായത് ബാൻഡിലല്ല, അല്ലാണ്ട് ഞാൻ ഗാനമേളക്കൊക്കെ പോകുന്ന സമയത്ത് ഈ മണിച്ചേട്ടന്റെ പാട്ടൊക്കെ പാടാറുണ്ട്. എന്താ പറയണം, ഞാൻ കൂടുതലും പാടിയ പാട്ട് ഇതായിരുന്നു. അപ്പരളി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല. അപ്പരളി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല. ഈ പാട്ട് കുറെ സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. കുറെ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു നമ്മളെ, അത് എൻ്റെ കൂടെ പാടുന്നൊരു പുള്ളിയുണ്ട്. പുള്ളി ഫുൾ ഈ മണിച്ചേട്ടൻ്റെ ഒരു 15 മിനിറ്റത്തോളം ഒരു ചെയിൻ സോങ് ഉണ്ട്. അതിൽ ഇങ്ങനെ കുറേ പാട്ടുകൾ. അപ്പൊ അതിന്റെ ഞാൻ കോറസ് ഒക്കെ ഇങ്ങനെ പാടാറുണ്ട്, കുറേ പാട്ട്. പക്ഷെ എനിക്ക് അതിൽ ലിറിക്സ് ഒന്നും ബൈ ഹാർട്ടല്ല. പക്ഷേ ഞാൻ കുറേ പാട്ടുകൾ അറിയാം. പക്ഷെ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ താനേ ട്യൂൺ ഇങ്ങനെ വരും. സത്യം പറഞ്ഞത് മൊത്തം ഇങ്ങനെ പഠിച്ചു വെക്കാന്നുള്ളത്. പിന്നെ നിങ്ങൾക്കത് പാടിയത് അങ്ങ്, പക്ഷെ എന്നാലും കുറെ മറന്നു പോകും. നമ്മളിടയ്ക്ക് ഷോസിനൊക്കെ പോയാൽ നമ്മൾ കട്ടാവും, ആകെ അതൊക്കെ മറന്നു. പടച്ചോനെ, അടുത്ത എക്സാമിന് പോയിട്ട് ഒന്നും അറിയാതെ ശരിക്കും ബ്ലാങ്ക് ആവും നമ്മൾ ചില സമയത്ത്. അപ്പം നേരെ ഓഡിയൻസിന് കൈമാറി. നേരത്തെ പറഞ്ഞ പോലെ. ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആരാ? കുറെ പേരുണ്ട്. അങ്ങനെ എനിക്ക് ഫേവറേറ്റ്, നമ്മളൊരു ഹാർഡ് കോർ ഫാൻ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. എനിക്ക് മലയാളത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ദീപക് ദേവ് സാറിന്റെ പാട്ടുകൾ ഞാൻ ഏറ്റവും കൂടുതൽ കവർ ചെയ്തതും ദീപക് ദേവ് സാറിന്റെ പാട്ടുകളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വിദ്യാസാഗർ കുറെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ രാഹുൽ രാജ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറല്ലേ, പുള്ളിയുടെ പാട്ടും കുറേ ഞാൻ കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഇതുപോലെ തന്നെ, അതുപോലെ എനിക്ക് കുറേ എനിക്കിഷ്ടപ്പെട്ട കുറേ പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അവരുടെ കുറേ പാട്ട്, അവർ ചെയ്ത കുറേ പാട്ടുകൾ എനിക്ക് തോന്നുന്നു കുറേ ഒരു ദീപക് ദേവ് സാറിന് തന്നെ എനിക്കൊരു 15 പാട്ടിനോ മേലെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സോങ് ഒന്ന് പാടിയോ? അതാണ് ഞാൻ നേരത്തെ പാടിയ പറയാതെ അറിയാതെ. പിന്നെ ഒരു നോക്ക് കാണുവാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറെ പാട്ടുണ്ട്. ഏതെങ്കിലും ദീപക് ദേവ് സാറിന്റെ. നമ്മൾ ദീപക് ദേവിന്റെ പാടിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിദ്യാസാഗറിന്റെ ആവാം. പിന്നെന്താ, വിദ്യാസാഗർ സാറിന്റെ നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട്? സമരൻ ബദ്ലഹേമിലൊക്കെ ഇല്ലേ, ഇതാണോ ഒരു രാത്രി കൂടിയാണ്, അല്ലെങ്കിൽ അതാണോ? അത് എനിക്ക് സോങ്സ് എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, അല്ലെങ്കിൽ എത്രയോ ജന്മമേ, അതും അതിലുള്ളല്ലേ? എത്രയോ, അതും ഇഷ്ട.
എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഓ സൂപ്പർ. എനിക്ക് പാടണം, പക്ഷെ ഞാൻ പാടിക്കഴിഞ്ഞ ഇതോടുകൂടി പഠിക്കോ? എനിക്ക് ഒട്ടും പാടാൻ കിട്ടില്ല. ആണോ? പാട്ട് പഠിപ്പിച്ചു തരണോ? എന്റെ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യുന്നോ? ഓക്കെ. പക്ഷെ ഈ പാട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ടാവുമല്ലോ. എനിക്ക് ഞാൻ രണ്ടാം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലെ നമ്മള് കുറെ സംഭവങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പാട്ടിന് പോയി ചേർന്നു. ഞാൻ ഓർക്കുന്നത് എനിക്ക് പാടാനൊക്കെ അറിയാവുന്ന, കാരണം വീട്ടിൽ പാടുമ്പോൾ എല്ലാവരും കൈയടിക്കുകയും കുഞ്ഞു കൊച്ചിനെ അപ്പൊ ടീച്ചർ പറയും ഇതിന് ചേരണ്ടാവേ, നിനക്ക് പറ്റിയ പണി നിനക്ക് ഗ്രൂപ്പ് സോങ്ങിൽ ആ പുറകിൽ നിൽക്കുന്ന വെച്ചായിട്ട് ഡാൻസിലേക്ക് ആ സമയത്താണ് ഇറങ്ങുന്നത്. ഡാൻസിൽ എനിക്ക് അത് പിന്നെ എനിക്ക് അത്യാവശ്യം ഡാൻസ് ഞാൻ കുറച്ച് പഠിച്ചതുകൊണ്ടും അങ്ങനെ പോയതുകൊണ്ട് കുഴപ്പമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റി. ഇങ്ങനെ പോയി. വിദ്യാസാഗറിന്റെ ജിയുടെ കാര്യം പറഞ്ഞ സമയത്ത് ഇതിന് ഈ ഇടയ്ക്ക് വിദ്യാജീനെ ഈ അടുത്ത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഞങ്ങൾ ഒന്നിച്ച് സിനിമ കണ്ടു. ആണോ? ഞാൻ ഈ അടുത്ത് ദേവദൂതൻ ലൈവ് കൺസേർട്ടിന് അന്തല്ല ദേവദൂതൻ ഫിലിം പ്രൊമോഷൻ അപ്പൊ അതിലെ മറ്റേ കരളേ ആ പാട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ കൂടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ദേവദൂതൻ്റെ ഫസ്റ്റ് തിയേറ്റർ വിസിറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് വിദ്യാജിയും അതുപോലെ തന്നെ ഈ ഫിലിമിൻ്റെ ഫുൾ ക്രൂ ഉണ്ടായിരുന്നു. അപ്പം ഞാനും അവരുടെ കൂടെ ഞാനും അവരുടെ കൂടെ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് വിദ്യാജിയും തൊട്ടടുത്ത് തന്നെ ഫിലിം കാണാനുണ്ടായിരുന്നു. അപ്പം അന്ന് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സാറിനെ കണ്ട് സാറിന് 2 പാട്ട് കേൾപ്പിച്ചു കൊടുത്ത്. അതെ അതെ. കഴിഞ്ഞ വർഷമോ അതിന് മുന്നിലെ വർഷമോ ലൈവ് കൺസേർട്ട് ഉണ്ടായിരുന്നു ഇവിടെ കൊച്ചിയിൽ അഡ്ലക്സിൽ വെച്ചിട്ട്. ഇല്ല, അന്ന് എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ എന്തായാലും വരുമായിരുന്നു. അന്നപ്പോ ഞാൻ സാറിന് ഒരു ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര എനിക്ക് അപ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ. നമ്മുടെ പിന്നെ പാട്ട് പാടി തന്നെ ഇതുപോലെ നമ്മള് മ്യൂസിക്കുകാരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ പാട്ടുകളായിരിക്കുമല്ലോ. അപ്പൊ ആദ്യമായിട്ടാണ് ആ പാട്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ വിദ്യാജി ഡയറക്റ്റ് അങ്ങനെ പാട്ട് പാടാനൊന്നും അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ വേറെ കുറെ ആൾക്കാരായിട്ട് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിന്ന് പാടാനൊക്കെ പറ്റിയിട്ടുണ്ട് കുറെ പേരുടെ. പിന്നെ ഇപ്പൊ വിധുചേട്ടന്റെ ബാൻഡുമായിട്ട് നിങ്ങൾ ഒരുമിച്ചാണല്ലേ? അത് എൻ്റെ ബാൻഡിലെ സെയിം മെമ്പേഴ്സ് തന്നെയാണ് വിധുചേട്ടൻ്റെ ബാൻഡിലുള്ള. ആകെ ചെറിയൊരു വ്യത്യാസമുള്ളൂ, ഡ്രമ്മറും പിന്നെ 1-2 പേരെ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാവരും എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ എൻ്റെ സഞ്ചാരി എന്ന് പറയുന്ന ബാൻഡിലുള്ള മെമ്പേഴ്സ് തന്നെയാണ് ഇപ്പോൾ വിധുചേട്ടനെ വായിക്കുന്നത്. ഞങ്ങൾ ഇപ്പം കോഴിക്കോട് ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ അടുത്ത് KMCT കോളേജിൽ. നല്ല ഷോ ആയിരുന്നു. പണ്ടേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാ പരിപാടിക്കും വിധുചേട്ടൻ പാടും. ചേട്ടന്റെ പേര് പറഞ്ഞാൽ ഈ പാട്ടാണ്. അത് പാടുവോ? ഇല്ല, ഞാൻ ആ പാട്ട് പാടാറുണ്ട്. വിധുചേട്ടന്റെ എന്തെങ്കിലും ഒരു പാട്ട്? വിധുചേട്ടന്റെ ഇപ്പൊ ഇത് പാട്ടാ വിധുചേട്ടാ ഇത് കേൾക്കുന്നുണ്ടോ? വിധുചേട്ടന്റെ ഒക്കെ ഇത് തന്നെ പാടാം. ഇതിന്റെ പല്ലവി പാടാം. സുഖമാണി നിലാവ് എന്തു സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ പൂഞ്ചിറകിൽ പറന്നുയരാൻ നനഞ്ഞലിയാൻ അഴകേ ഓ സുഖമാണി നിലാവ് എന്തു സുഖമാണി കാറ്റ്. അതുപോലെ തന്നെ എനിക്ക് വിശ്വാസം വേറെ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടം. ഞാൻ കവറൊന്നും ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഒരു കവറേജ് കുറച്ച് ഒരു ചെറിയ വരി മാത്രം ജസ്റ്റ് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ കുറെ പേരിലേക്കൊന്നും എത്തിയിട്ടില്ലായിരുന്നു. കുറച്ച് വരി പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിധിച്ചേട്ടൻ്റെ കുറേ പാട്ട് ഇഷ്ടമാണ്. പിന്നെ ഈ പാട്ട് ഇഷ്ടമാണ്, മറ്റേ വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. അതിഷ്ടമാണ്.
പിന്നെ കാക്കുത്തിക്കാവിലെ കാവരിക്ക ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ഞാൻ എപ്പോഴും കാറിലൊക്കെ ഈ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിളിച്ചേട്ടനെ കുറച്ച് ലിസ്റ്റ് പ്ലേ ചെയ്യാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കാറിൽ പോകുന്ന കാര്യം പറഞ്ഞല്ലോ, ആ സമയത്ത് നമ്മള് ഈ വൈബ് സോങ്സ് അല്ലാണ്ട് ഈ മറ്റേ BGM പോലെ ഭയങ്കര റാപ്പ് അങ്ങനത്തെ സാധനങ്ങളെ കുറച്ചുകൂടി കൂടുതൽ ഇതാണോ കേൾക്കുന്നത്? അല്ല, ഞാൻ വേറൊരു സംഭവം കേൾക്കാറുണ്ട്. അതായത് നമ്മളെ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് ഉണ്ട്. അപ്പോൾ അനിരുദ്ധ് രവിചന്ദ്ര പുള്ളിയുടെ പാട്ടൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ യൂട്യൂബ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് അതൊരു 30 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ പടത്തിന്റെ ഫുൾ, അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ നല്ലോണം കേൾക്കും. ഇതിൽ എന്തൊക്കെയാണ് പ്ലേസ് ചെയ്തത്, ഇവരെങ്ങനെയാണ് ചെയ്തത്, അതൊക്കെ എനിക്ക് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറേ സമയം ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും പാട്ട് പഠിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ എൻ്റെ തലയിൽ പല കാര്യങ്ങൾ ഓടുന്നത് കാറിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കൂ. അപ്പൊ ഞാൻ എന്റെ വേറൊരു ഫോൺ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ ഒന്നെങ്കിൽ പാട്ട് റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ അപ്പൊ തന്നെ എവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വേഗം പാട്ട്. ഇപ്പൊ യാദൃശികമായ ചില പാട്ടൊക്കെ നമ്മളെ സ്പോട്ടിഫൈന്നൊക്കെ ഇടയ്ക്ക് കടന്നു വരും, പാട്ട് കൊള്ളാലോ. അപ്പൊ അങ്ങനെ കുറെ പാട്ട് ഇടയ്ക്കിടയ്ക്ക് നോട്ട് ചെയ്യും. എന്നിട്ട് അത് ചിലപ്പോൾ കവർ ചെയ്യും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഷോസിന് പാടും. അങ്ങനെ ചെയ്യാറുണ്ട്. സുഷിൻ ശ്യാമിന്റെ ഫാനാണോ? ഭയങ്കര ഫാനാണ്. അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക് അല്ലേ അത് വേറെ തന്നെ. ഇപ്പൊ ഈ ട്രെൻഡിങ് ഇപ്പൊ മലയാളത്തിൽ എന്താ പറയാ, എല്ലാ ഭയങ്കര. അതെ അതെ, ഉറപ്പായിട്ടും നല്ല അടിപൊളി, നല്ല സൗണ്ടിങ്. ഇപ്പോഴത്തെ എല്ലാ ഓഡിയൻസിനും അത് തിയേറ്ററിൽ ആ ഒരു പുള്ളിയുടെ ഒരു മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഡിയൻസ് ഉണ്ടാവും. സുഷിൻ ശ്യാം എന്ന് പറയുമ്പോൾ അത് ഹിറ്റ് എന്നുള്ളൊരു സംഭവം എല്ലാവരും മനസ്സിലും. ഒരു ഇപ്പം നമ്മള് തമിഴില് അനിരുദ്ധ് പറയുന്നില്ലേ, അതുപോലെ മലയാളത്തില് സുഷിൻ ശ്യാം എന്നുള്ളൊരു, എനിക്ക് തോന്നുന്നു അങ്ങനെ, ഞാൻ കൂടുതൽ അങ്ങനെ കേട്ടത് അല്ലേ. ഇപ്പം ഈയിടെ ഇല്ലുമിനാറ്റി ഒക്കെ ഇറങ്ങിയ സമയത്ത് ഒരു രക്ഷയില്ല. ഈ പറഞ്ഞ ഇല്ലുമിനായിട്ടൊക്കെ പോവാത്ത എല്ലാ സ്റ്റേജിൽ പോയാലും ഇപ്പൊ ആ പാട്ട് പാടും. ആ പാട്ടില്ലാണ്ട് ഇപ്പൊ ഒരു പരിപാടി ഇല്ല. എല്ലാ പരിപാടിയും ലൈവിലെല്ലാം പാടും. ഇത് ഇല്ലുമിനാറ്റിയോ എന്റെ ദൈവം, അത് ലൈവിലെ പാടാൻ പറ്റില്ല, ഇവിടെ പാടാൻ പറ്റില്ല. ട്രൈ ചെയ്യാം അത്, പക്ഷെ അത് കുറച്ചുകൂടി ആ ഒരു മ്യൂസിക് വരുമ്പോഴാണ്. എന്നാലും അതിന്റെ ഒരു മെലഡി പോർഷൻ ഉണ്ട്. അത് ഉലകിതിലാരോടും തോൽക്കാവീരൻ, കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ, മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ, മറന്നു താരാട്ടാൻ എന്തേ, കരയാൻ കണ്ണീരില്ല കണ്ണീരൊപ്പാൻ ആരും പോരണ്ട, എരിയും മൂന്നാം കണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തി. ഈ ആ ഒരു പോർഷൻ ഭയങ്കര ഒരു മെലഡി. അതുവരെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോയിട്ട് നമുക്ക് ലൈവ് ചെയ്യുന്ന സമയത്ത് നല്ല രസാ പോർഷൻ ചെയ്യാം. കാരണം ഭയങ്കര എല്ലാവരും തുള്ളി തുള്ളി നമ്മളൊന്ന് തളരുമല്ലോ, ഒന്ന് ഒതുങ്ങും. അപ്പൊ എല്ലാരും ഈ ലിറിക്സ് പാടും ഇങ്ങനെ, ഉലകിതിലാരോടും അങ്ങനെ പാടുമ്പോൾ നല്ല രസം. എന്നിട്ട് വീണ്ടും അതിങ്ങനെ കേറി 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 ഇങ്ങനെ അവസാനം ഭയങ്കര പവറിലല്ലേ എൻഡ് ചെയ്യുന്നത്. ഈ മ്യൂസിക് ഷോസ് ഏകദേശം എത്ര ടൈം വരെയൊക്കെ? ഒരു 1.25 മണിക്കൂർ, മാക്സിമം 2 hours അങ്ങനെ. ഇത് അത്രയും സമയം നമ്മൾ ഇങ്ങനെ ലൈവായി അങ്ങ് നിൽക്കണമല്ലേ. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, ഹാൻഡിൽ ചെയ്യണം ഒറ്റയ്ക്ക് തന്നെ. പിന്നെ ഇടയ്ക്ക് നമ്മളെ ഫ്ലൂട്ടിസ്റ്റ് ഉണ്ട്, അതുപോലെ വയലിനിസ്റ്റ് ഉണ്ട്, അവരുടെ കുറച്ച് സോളോസ് അങ്ങനെ കുറച്ച് അങ്ങനെ ചെയ്യും പ്രോഗ്രാമില്. നിങ്ങൾ ഈ ഡാൻസിൽ എന്താ ആരും പെൺപിള്ളേരെ എടുക്കാത്തത്? വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അല്ല എടുക്കായിട്ടല്ല, എങ്ങനെ നിങ്ങളുടെ എല്ലാ ബാൻഡ്സ് ഇപ്പൊ ആൽമരം അല്ല, അങ്ങനെ കുറെ ബാൻഡ്സ് ഉണ്ടല്ലോ. ഞാൻ എവിടെ നോക്കുമ്പോഴും ഒരു പെൺകൊച്ചിനെ പോലും കാണാറില്ല. ഇല്ല, നിങ്ങളുടെ ഒരു ഇത് അഭ്യർത്ഥന മനസ്സിൽ ഞാൻ എന്തായാലും ഒരാളെ ഞാൻ എടുത്തിരിക്കും. അനിയത്തി അവിടെ കിടന്ന് പാവല്ലേ, അത് എന്തെങ്കിലും അവസരം കൊടുക്കും. ഇല്ല, അനിയത്തിന് എടുക്കില്ല, വേറെ ആരെങ്കിലും എടുക്കും ഞാൻ. അതെനിക്ക് മനസ്സിലായി. അല്ല, അത് എന്തുകൊണ്ടാ അങ്ങനെ? അതിനെപ്പറ്റി ആലോചിച്ചു. പിന്നെ ഞാൻ ഇനി ഞങ്ങളെ ലൈവ് ഇനി കുറച്ചും കൂടെ ഒന്ന് സെറ്റ്, അതായത് ഇപ്പൊ ഇനി ഈ ഡിസംബറൊക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ, അതായത് കുറച്ച് കോറസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് വേറൊരു രീതിയിൽ ലൈവ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതായത് കുറച്ചും കൂടെ മെമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് കോറസും പരിപാടികളൊക്കെ ഇട്ട് അത് ഒന്നും കൂടെ ഒരു ലൈവ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച്. അപ്പം എന്തായാലും ഫീമെയിൽ സിംഗേഴ്സ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. എനിക്ക് പിന്നെ പാടാൻ ഞാൻ അവസരം ചോദിക്കുന്നില്ല. ഓക്കെ, ഇത് കാണുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അവസരം ചോദിക്കാം. അതെ അതെ, ഉറപ്പായിട്ടും. അങ്ങനെ ആരെങ്കിലും മെസ്സേജ് അയക്കാറുണ്ടല്ലോ? കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും അങ്ങനെ തള്ളിക്കളയാറില്ല. കാരണം ഈ മ്യൂസീഷ്യൻസിന്റെ ഞാൻ കുറേ പേരെ കണ്ടത്, അതായത് പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും ഇവരൊക്കെ ചിലപ്പം ക്ലിക്കായി പോവാ. സീരിയസ്ലി എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ പരിചയത്തിലൊരു വളരെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര
ഹിറ്റായി. അപ്പം ഞാൻ ഇങ്ങനെ ഒരു മ്യൂസീഷ്യൻ്റെ ലൈഫ്, അതായത് ആ ഒരു സമയം ഞാൻ ആലോചിക്കുക, അതായത് അതുവരെ നമ്മളായിട്ട് എടാ ഷോസ് ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം, അല്ലെങ്കിൽ എന്താണ് നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർക്കൊക്കെ ഉണ്ടെങ്കിൽ പറയണം എന്ന് പറയുന്ന ആള് ഒരു ദിവസം പെട്ടെന്ന് ക്ലിക്കാവും. വൈറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്ക്. അതങ്ങനെയാണ് ആർട്ടിസ്റ്റിന്റെ ലൈഫ്, അങ്ങനെയാണല്ലോ. അത് എന്തെങ്കിലും ഒരു ചെറിയ കണ്ടന്റോ മ്യൂസിക് എന്തെങ്കിലും മതി. അല്ല ഇപ്പൊ ആരെപ്പോഴാ വൈറലാവാന്ന് പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ആരെപ്പോഴാ വൈറലാവാൻ പറയാൻ പറ്റില്ല. അതെ. ഈ മാപ്പിളപ്പാട്ടുകൾ അതിനോടൊരു ഇഷ്ടമുണ്ടോ? ഉണ്ട്. ഏത് പാട്ടാ കൂടുതൽ കേൾക്കാറുള്ളത് മാപ്പിളപ്പാട്ടില്? മാപ്പിള അങ്ങനെയല്ല, ഞാൻ ആദ്യം റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു. മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പ്ലസ് ടു +1 +2 പഠിക്കുന്ന 14,000 രാവ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ കുറേ പാട്ടുകൾ, അതായത് ഞാൻ ഈ നമ്മുടെ സ്കൂൾ സ്റ്റേറ്റ് കലോത്സവം ഒക്കെ ഉണ്ടാവില്ല, ആ സമയത്ത് ഞാൻ ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട്, ഈ മൂന്നാണ് എൻ്റെ മെയിൻ ഐറ്റം. അപ്പോൾ ഇതിൽ മാപ്പിളപ്പാട്ടാണ് സ്റ്റേറ്റ് പോവുക. അപ്പം മാപ്പിളപ്പാട്ട് അപ്പം നല്ല നല്ല സാർമാരുടെ അടുത്തൊക്കെ പോയിട്ട് പഠിക്കും. അപ്പം അങ്ങനെ അവിടുന്ന് പഠിച്ച് അപ്പോൾ കുറേ ഈ മാപ്പിളപ്പാട്ടിൽ രംഗത്ത്, മാപ്പിള കലാരംഗത്തുള്ള കുറേ സാർമാരെ പരിചയപ്പെട്ട് അങ്ങനെ കുറേ പാട്ട് അങ്ങനെ പഠിച്ച് അതിനുശേഷമാണ് ഈ റിയാലിറ്റി ഷോയിൽ പോകുന്നത്. അപ്പോൾ കുറേ എൻ്റെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓഡീഷന് പോയപ്പോൾ അത് കിട്ടി. അങ്ങനെ അത് ഒരു 1.5 വർഷത്തോളം റിയാലിറ്റി ഷോ ഉണ്ടാകും. അങ്ങനെ ഫൈനലെത്തി. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ, അപ്പോൾ വിദ്യാധര മാഷൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാട്ട്, മാപ്പിളപ്പാട്ട്. അപ്പം അങ്ങനെ കുറേ പേര് പിന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ അങ്ങനെ അതിൽ കുറേ അന്നേരമാണ് സത്യം പറയുന്നത് മാപ്പിളപ്പാട്ട് എങ്ങനെ പാടണം, കാരണം അതൊരു വേറെ സ്റ്റൈലാണ്. നമ്മള് പിന്നെ എനിക്കൊരു വലിയ പ്രശ്നം പറ്റിയിരുന്നു, കാരണം ഞാൻ മാപ്പിളപ്പാട്ട് മാത്രമായിരുന്നു ആ സമയത്ത് പാടാറ്. പിന്നെ എനിക്ക് ഫിലിം സോങ്സിലേക്ക് പാടാൻ പറ്റാത്തൊരവസ്ഥ വന്നില്ല. അതായത് എന്ത് പാടുമ്പോഴും ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു ടച്ച്, അതായത് എന്നോട് എപ്പോഴും ഇങ്ങനെ ഇപ്പം ബാൻഡിലായാലും അല്ലെങ്കിൽ കോളേജ് പരിപാടിക്ക് പോയാലും എടാ നീ ആ ഒരു മാപ്പിള സ്റ്റൈൽ ഒഴിവാക്കടാ, കാരണം അത് പഠിച്ചു കഴിഞ്ഞാലേ അത് കുറേ, ഞാൻ പറഞ്ഞല്ലോ അത് കുറേ കാലം അതിൽ തന്നെയായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്നൊന്ന് മാറാൻ കുറേ സമയം എടുത്ത്, അത് കാരണം ഞാൻ അതാവാൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു, അത് മാപ്പിള സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ. അപ്പം ഞാൻ പ്രാക്ടീസ് മൊത്തം അങ്ങനെയായി. അപ്പം അതിൽ നിന്ന് വീണ്ടും നമ്മൾ ബാക്ക് ടു നോർമൽ വരാൻ കുറേ സമയം എടുത്ത്, കുറേ സിനിമ പാട്ട് പഠിച്ച്, അല്ലെങ്കിൽ വീണ്ടും ക്ലാസിക്കലൊക്കെ വീണ്ടും പഴയ പോലെ ഇങ്ങനെ ബോഡി എടുത്തെടുത്തതാണ് അത് അതിലേക്ക് കൊണ്ടുവന്നത്. എന്നാലും മാപ്പിളപ്പാട്ട് കണ്ണൂർ ഷെരീഫ് ഖാന്റെ പാട്ട് കൂടുതൽ കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ രഹനത്താന്റെ പാട്ട് ഇഷ്ടമാണ്. അങ്ങനെ കുറേ പേര്, കാരണം ഇവരൊക്കെ കുറേ പാട്ട്, ഒരുപാട് മാപ്പിളപ്പാട്ട് പാടിയതല്ലേ. ഞാനിത് ഈ പാട്ട് എന്ന് പറഞ്ഞാല് നമ്മളെ ഞാൻ 14 രാവിന്റെ ഫൈനലിൽ പാടിയൊരു പാട്ടാണ്. ഇത് ഒരു പക്ഷെ കുറെ പേര് അന്ന് ഞാൻ 3rd റണ്ണർ-അപ്പ് ആയിരുന്നു. അപ്പൊ ആ പാട്ടിന്റെ കുറച്ച് പേര് പാടാം. മാനിമ്പ പെൺകൊടിയെത്തും മിഴികളിൽ അഴകിയൊരമ്പിളി തത്തും തേനൂറും മൊഴികളിൽ ഒഴുകും മാമധുരത്താലേ. മാനിമ്പ പെൺകൊടിയെത്തും മിഴികളിൽ അഴകിയൊരമ്പിളി തത്തും തേനൂറും മൊഴികളിലൊഴുകും മാമധുരത്താലെ. എൻ്റെ കരളിലെ വനിയിലെ കളകള കിളിയുടെ ചെറുചൊടിയിലും ഒരു മധുകണമുതിരുകിൽ തന്നോളാം എന്നെ നിനക്കായെന്നും പൂമോളെ. നിന്റെ ഉടലതിൽ പടരുവാൻ, ഉടലടിലടിമുടി പടരുവാൻ അനുമതിയേകിടുമോ കരളേ. മാനിമ്പ മാനിമ്പ പെൺകൊടിയെത്തും മിഴികളിൽ അഴകിയൊരമ്പിളി തത്തും തേനൂറും മൊഴികളിലൊഴുകും ആ മധുരത്താലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ മാപ്പിളപ്പാട്ടിന്റെ ഒരു കാര്യം പറയുമ്പോഴേ, നമുക്ക് സാധാരണ ഓഡിയൻസിന് ഈ മാപ്പിളപ്പാട്ട് പണ്ടത്തെ ആൽബംസ് ഒക്കെ വരിക, ആ ഒരു ഫാത്തിമ എന്നൊക്കെയുള്ള സംഭവമില്ലേ. അപ്പൊ നമ്മൾ ശരിക്കും മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ എന്തോ ആൽബം സോങ് പാടേ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. മറ്റേ അതിരിപ്പോക്കോ ആ പാട്ട്, പിന്നെ മനസ്സിന്റെ മണിയറയിൽ, ഈ പാട്ടൊന്നും കേൾക്കാത്ത ആരും ഉണ്ടായിരുന്നു. കൊല്ലം ഷാഫിഖാന്റെ ആ സമയത്ത് അതൊരു ട്രെൻഡ് ആയിരുന്നല്ലോ. എത്ര ആ പാട്ട് എത്ര നാൾ ആ സമയത്ത് വീണ്ടും സുലൈഖ മനസ്സിൽ അമ്മ വീണ്ടും ഒന്നുകൂടെ അത് പാട്ട് കുറെ ആൾക്കാരിലേക്ക് എത്തി. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് മാപ്പിളപ്പാട്ട് എന്നാണ്, പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ വേറൊരു ശാഖയാണ്. അതായത് ഇത് ട്രഡീഷണൽ സോങ്സ് ഉണ്ട്, പിന്നെ ഇത് ഈ പറയുന്നതൊക്കെ ആൽബം സോങ്സാണ്. അതായത് ഈ മനസ്സിന്റെ മണിയറയിൽ ഇങ്ങനത്തെ ഒക്കെ ആൽബം. മറ്റേത് ഇപ്പം പ്രോപ്പർ ആയിട്ടുള്ള ട്രഡീഷണൽ പക്ക ഞാൻ ഇപ്പൊ പാടില്ല, അങ്ങനത്തെ കട്ട 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 ഇതിന്റെ ലിറിക്സും അല്ലെങ്കിൽ ഈ പാട്ടുകളൊന്നും അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഇല്ല ഇതിന്റെ കുറച്ച് പണിയത് പഠിക്കാം. നമ്മൾ ഇത് ലിറിക്സ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഈ മാപ്പിളപ്പാട്ടിന്റെ ഞാൻ പറഞ്ഞില്ല, ഈ കോമ്പറ്റീഷന്റെ സാധനങ്ങൾ വേറെ തന്നെയാണ്, പഠിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. അമ്മ ഭയങ്കര പണി. അതായത് ഇത് 3 പാരഗ്രാഫ് ഇങ്ങനെ വലിയ കഥ പോലെ കിടക്കും. ഓക്കെ, ഇനി നമ്മൾ ചിത്രചേച്ചിയെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ഷോ കംപ്ലീറ്റ് ആവേയില്ല. അത് തീർച്ചയായിട്ടും ചിത്രചേച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയ ദാസാറ് ചിത്രചേച്ചി, ഇത് രണ്ടും നമുക്ക് നമ്മുടെ മലയാള സിനിമ അല്ലെങ്കിൽ മ്യൂസിക്കിന് കിട്ടിയ 2 വരദാനങ്ങളാണ്. ചിത്രചേച്ചിയുടെ ഒരു സോങ് കൂടെ പാടണം. തീർച്ചയായിട്ടും.
ഏതെങ്കിലും മെലഡി പാടിയപ്പോ അല്ലേ? മെലഡി മതി. മെലഡി ലവർ ആയതുകൊണ്ട് എല്ലാം മെലഡി ചെയ്ത്. മെലഡി നൈറ്റ്, മെലഡി നൈറ്റ് അങ്ങനെ എന്ത് വേണേ പേരിടാ. മെലഡി ലൈവ് നെട്ടോ. അപ്പൊ നമുക്ക് ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? അതെ. അന്നോളം തീരാവേനലും പ്രാണന്റെ വിങ്ങും നീറലും പെണ്ണെ നിൻ കയ്യാൽ തൊട്ടതും ദൂരെ മാഞ്ഞു പോയി മായമായി കൊന്തക്കിലുങ്ങും എന്നിലെ കുഞ്ഞു കഴുത്തിൻ പിറകിൽ നീ ഒന്നു തൊടുമ്പോൾ ഞാൻ വെറുതെ പൂത്തുപോയി നാണമായി വിടാതെ വരാം ഞാൻ നീലാത്തലോടലായി കെടാതെ വാഴ്വിൻ ദീപമാണു നീ ഇടം വലം നടന്നിടാ. എനിക്ക് ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും വേറെ കുറച്ച് കാര്യങ്ങൾ. ഈ പാട്ട് സത്യം പറയുന്നത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാട്ട് പാടും. പക്ഷേ എനിക്ക് ആ പാട്ട് ഞാൻ ഇല്ലായിരുന്നു ആ സമയത്ത്, ഈ പാട്ട് ഇറങ്ങിയ സമയത്ത്. പക്ഷേ ഈ പാട്ട് അതിനുശേഷം റീൽസ് വന്നാണ് ഇത് അതിന്റെ വേറെ സംഭവമാണ്. അതായത് ഇത് റീലില് ഇങ്ങനെ അത് ട്രെൻഡിങ് ആവുന്നായിരുന്നുള്ളൂ. അതായത് ഈ പാട്ട് ഇങ്ങനെ ആൾക്കാരിലേക്ക്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫോളോവേഴ്സിൽ കുറേ പേര് എനിക്ക് നല്ല സോങ്സ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് അയക്കും, ചേട്ടാ ഈ പാട്ട് പാടിയിട്ടോ എന്തായാലും വൈറലാവുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, എനിക്ക് അവരെ അറിയാം, ഞാൻ അവരൊക്കെ ഫോളോ ചെയ്യുന്നു. എനിക്ക് അവരെ നേരിട്ടൊന്നും പരിചയമില്ല, പക്ഷേ അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. കാരണം നമ്മളായിട്ട് ഭയങ്കര അതായത് നല്ല നല്ല പാട്ടുകളൊക്കെ വരുമ്പോൾ അവർ റീൽ അയച്ചും, ചേട്ടാ ഇത് ട്രൈ ചെയ്യണം കേട്ടോ, നല്ല രസം ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ വോയിസിലൊക്കെ, കാരണം എപ്പോഴും പാട്ട് കേൾക്കുന്നതിനെ കൊണ്ട് അവർക്ക് നമ്മളെ ടേസ്റ്റ് അറിയാം. അപ്പം അന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു ഞാനിപ്പോൾ ഈ പാടിയത്. അപ്പോൾ ഈ പാട്ട് ഞാനത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ അന്ന് പാടിയിട്ട്, പക്ഷെ ഇത് പാടിയിടലും ഒറ്റ ദിവസം കൊണ്ട് അത് നേരെ ട്രെൻഡിങ്ങിലേക്ക് മാറി എൻ്റെ ഓഡിയോ. അപ്പോഴാണ് ഞാൻ അടിച്ചത് ഈ ഓഡിയൻസ് ഇത്ര ഇവർ പറഞ്ഞ ഇത്രയും ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു പാട്ടായിരുന്നു ഈ ഫീനിക്സിലെ പാട്ട്. അപ്പം അത് അന്നപ്പോഴാണ് എനിക്ക് ഓഡിയൻസിൻ്റെ ഒരു പവർ, അതായത് അവരുടെ ഒരു ലിസണിങ് എനിക്ക് അത് ശരിക്കും അന്ന് മനസ്സിലായി. അതെ, ഞാൻ പറഞ്ഞു, ഞാൻ ഈ പാട്ട് കേട്ടിട്ടേ ഇല്ലായിരുന്നു ആ സമയത്ത്, ഞാനിത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ഞാൻ തീരെ കേട്ടിട്ടില്ല. ആ സമയത്താണ് ഇങ്ങനെ ലിങ്ക് അയച്ചിരുന്നതും ഞാൻ ഇപ്പൊ ഇങ്ങനെ കേട്ട് ആ പാട്ട് കൊള്ളാലോ. നമ്മളിത് ശ്രദ്ധിക്കാതെ പോയി സിനിമ ഇറങ്ങിയപ്പോ വരെ ഓർത്തു. അങ്ങനെയുള്ള കുറെ പാട്ടുകൾ ഇഷ്ടംപോലെ, കുറെ ഇപ്പം ഹിറ്റാവാത്ത സിനിമയിൽ കുറെ നല്ല നല്ല പാട്ടുകളുണ്ടാവും. നല്ല പാട്ടുകൾ ചിലപ്പോൾ കുറെ നല്ല പഴയ പടത്തിലൊക്കെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. പിന്നെ വേറൊരു കാര്യം, പണ്ട് പാട്ട് വരിക എന്ന് പറഞ്ഞാൽ ഫുൾ സോങ് അല്ലേ ടി വിക്കകത്തൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാ ലൈൻസും ഒന്നും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ചില ലൈൻസ് ഭയങ്കര മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉണ്ടാവും. അത് ഇപ്പൊ നമ്മൾ 30 സെക്കൻഡ്സ് റീല് വരുമ്പോഴാണ് ചില പോർഷൻസ് ചിലപ്പോൾ പാട്ടിന്റെ ഫുള്ളിൽ ചിലപ്പം അനുപല്ലി ഒരു ചെറിയ 2 വരിയൊക്കെ ചിലപ്പം ഏറ്റവും ഇഷ്ടം ആൾക്കാർക്ക് അത് കറക്റ്റ് റീലായിട്ട് ഇങ്ങനെ വരും. അപ്പൊ നമ്മള് ആഹാ ഈ പാട്ട്, അപ്പൊ നമ്മൾ വീണ്ടും ആ പാട്ടിന്റെ ഫുള്ള് കേൾക്കാൻ പോകും തുടങ്ങും. അത് അങ്ങനെ ഒരു സംഭവം ഈ റീൽസ് ശരിക്കും ഭയങ്കര ഒരു ട്രെൻഡ് തന്നെ, ശരിക്കും ആൾക്കാരെ ഇടയിലേക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈ ചില സോങ്സ് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത ഫീൽ, കരച്ചിലൊക്കെ വരില്ലേ, സങ്കടം വരില്ലേ, അങ്ങനെയുള്ള ഒരു സോങ് ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ അതായത് ഞാൻ ഫീലിൽ പാടും, പക്ഷേങ്കിൽ എന്നോട് ശരിക്കും കരഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്. അതായത് മറ്റേ ഈ പാട്ടില്ലേ, ജോസഫിലാണോ എന്ന് എനിക്കറിയാം, പടം എനിക്കറിയില്ല, മറ്റേ വിദൂരേ ജോസഫ് അല്ലേ, ആ പാട്ട് ഇങ്ങനെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പാട്ട് ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ സമയം എടുക്കും. കാരണം വിജയ് വിശ്വാസ് അത് ഒരു വേറൊരു ഫീലാണ് അത് പാടിയത്. കാരണം അതിൽ പുള്ളി കൊടുത്തൊരു ഡൈനാമിക്സ് ഉണ്ടാ, വിദൂരേ മറ്റൊരു ഒരു ഡൈനാമിക്സ് ഉണ്ട് അതിൽ. ഞാൻ ട്രൈ ചെയ്യാം. ലിറിക്സ് കറക്റ്റ് ഓർമ്മയില്ല, ഒന്ന് ജസ്റ്റ് നോക്കിയെങ്കിൽ പാടാം, അത് നല്ല വൃത്തിക്ക് പാടാൻ പറ്റും. വിദൂരേ നീലാത്താരമായി നീ മിഴിച്ചിമ്മി നിന്നിടുമോ, വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ, വരും നേരം എന്നോടു ചേരണമെൻ ജീവനേ നീ, അതില്ലാതെ വയ്യൻ നെഞ്ചോരം നീ മാത്രം ഉയിരേ, ഇനിയും കണ്ണെത്താ ദൂരം നീ മായുന്നു,
ഏതേതോ തീരങ്ങളിൽ. ഈ പാട്ട് പാടുമ്പോഴേ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു, അത് ഈ പാട്ട് കേൾക്കുമ്പോഴേ നമുക്ക് ആരെ ഓർമ്മ വരുന്നത് പോലും മനസ്സിലാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പാട്ട് ഞാൻ അങ്ങനെ ഒരു പാട്ട് പാടുന്ന സമയത്ത് ഞാൻ അങ്ങനെ കരയാറില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, അത്രയും ഇപ്പം അങ്ങനെ കരഞ്ഞത് ശരിക്കും ഞാൻ മനസ്സ് തട്ടി കരഞ്ഞത് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. ഞാൻ എന്നിട്ട് ഞാൻ അതേ ഫീല് തന്നെ ഇത് മ്യൂസിക് ചെയ്ത ആളില്ലേ പുള്ളിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കിത് അത്രയും ഫീലായി. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു രഞ്ജിൻ രാജ്. അപ്പം പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓ ആണല്ലേ, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന്. ഞാൻ അതേ ഫീലിൽ അപ്പം തന്നെ ഞാൻ മെസ്സേജ് അയച്ചു. കാരണം ഞാൻ പറയില്ല, നമുക്കിത് ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അമ്മ ഓർമ്മ വരും, ഫാമിലി, ചിലത് നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിന് ഓർമ്മ വരും. പക്ഷെ ഇത് എന്താന്ന് സത്യം. പക്ഷെ ഇത് ശരിക്കും ഇങ്ങനെ ശരിക്കും ഫീൽ ചെയ്യണല്ലോ നമ്മൾ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുമ്പോ കണ്ണടച്ച് അതെ അങ്ങനെ കേൾക്കുമ്പോഴേ ആ ഇപ്പൊ വിജയ് വിശ്വാസ് പാടിയ ഞാൻ പറഞ്ഞില്ലേ പുള്ളി അവിടെ കൊടുത്തൊരു ഫീലുണ്ട്. അത് ഭയങ്കര, അത് ശരിക്കും അത് എത്രത്തോളം ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ പോർഷൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പാട്ട് പാടുന്ന ആളുകളും ഈ അഭിനയിക്കുന്ന സെയിം, കാരണം ആ ഫീല് വരുത്തണോ. ശരിക്കും റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സങ്കടമാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്ന ഓടിപ്പോയിട്ട് സങ്കടത്തിൽ പാടുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഒരു റെക്കോർഡ്, ഇപ്പൊ ഒരു ഹാപ്പി സോങ് ആണ്, നമ്മൾ ചിരിച്ചു തന്നെ പാടണം. പക്ഷെ ഇതുപോലെ തന്നെയാണ് ഈ സങ്കടമുള്ള പാട്ടാകുമ്പോൾ നമുക്ക് ചിരിച്ചോട് ഇങ്ങനെ പാടാൻ പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ ആ ഫീൽ ഇങ്ങനെ ഉൾക്കൊണ്ട് കണ്ണടച്ച് പാടിക്കഴിഞ്ഞാലേ അത് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. പരമാവധി നമ്മൾ ഇതിൽ ഇൻവോൾവ് ആണല്ലോ, അതായത് പാട്ടിൽ നമ്മൾ ഇൻവോൾവ് ആവണം. ശരിക്കും ആക്ടേഴ്സിനെ പോലെ തന്നെയാണ് ഇപ്പൊ ഡബ് ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്ന ഇതിന് ഫീല് ഭയങ്കര, മ്യൂസിക്കിൽ അറിയാലോ ഫീല് ഭയങ്കര ഹീലിംഗ് പവർ ഉള്ള ഒരു സംഭവമല്ലേ. അപ്പം അതിലും അത്രയും കോൺസെൻട്രേറ്റ് കുറേ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പാട്ടുകൾ റെക്കോർഡ് ചെയ്യാനേ കുറേ സമയം എടുക്കും നമ്മള്. കാരണം നമ്മൾ എത്ര ഓക്കെ ടേക്ക് എടുത്താലും ഇത് നമുക്ക് ഓക്കെ ആവില്ല, അതാണ് സത്യാവസ്ഥ. നമുക്ക് പേഴ്സണലി സാറ്റിസ്ഫൈ ആവില്ല. അതെ, നമ്മളിതിപ്പം റെക്കോർഡ് ചെയ്യുന്ന വിചാരിച്ചു. അപ്പൊ ഞാനൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു 4-5 കട്ട്സ് എടുത്ത് നോക്കും. അപ്പൊ അതിൽ ചിലപ്പം ഏതെങ്കിലും ഇപ്പൊ ചിലപ്പോൾ 5-ാമത്തോ 4-ാമത്തേക്ക് നല്ല ഉണ്ടാകും. പക്ഷെ നമ്മൾ ആദ്യം അങ്ങ് ഫിക്സ് ചെയ്യും ആദ്യത്തെ പാടിയിട്ട്. പക്ഷെ ഇത് അവസാനം ഫൈനൽ ചെയ്യുമ്പോഴേക്കും അയ്യോ ഇതിനെക്കാട്ടും രസം ഇതാണല്ലോ. കാരണം നമ്മൾ ഇത് കേട്ട് നമ്മൾ സാച്ചുറേറ്റഡ് ആവും, മനസ്സിലാവുമല്ലോ നമുക്ക്. സാധാരണ കേൾക്കുന്ന ഏതൊരു നോർമൽ പീപ്പിളിനും എവിടെ തെറ്റിയാലും മനസ്സിലാവും. അവിടെ ഒരു പ്രശ്നം നമുക്ക് ഇത് കുറെ പാടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ കുറച്ചു നേരം ഹെഡ്ഫോൺ ഒക്കെ ഒഴിവാക്കി പുറത്ത് പേര് ചായയെല്ലാം കുടിച്ച് തിരിച്ചു അയ്യേ ഇത് രസമല്ലോ, ഒന്നുകൂടി പാടാം, ഇത് കംപ്ലീറ്റ്ലി വീണ്ടും എടുക്കും. അങ്ങനെ ഞാൻ എടുത്തൊരു പാട്ടായിരുന്നു ആക്ച്വലി. ഇത് കുറെ സമയം ഞാൻ കുറെ സമയം എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ കാറിൽ വെച്ചിട്ടാണല്ലോ കൂടുതൽ ചെയ്യുന്നത്. ഇത് അങ്ങ് ജസ്റ്റ് ഫസ്റ്റ് ടൈം ഇതൊരു ഐഡിയ ആയിട്ട് ചെയ്തു തുടങ്ങിയതാണോ അതോ? അല്ല, അത് അങ്ങനെ ചെയ്തല്ല. അത് ഞാൻ കുറെ പാട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട്, അതായത് നല്ല വൃത്തിക്ക് വീഡിയോ നല്ല രീതിയിൽ വീഡിയോ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്തിട്ട് ഞാൻ കുറെ കവേഴ്സിന് വേണ്ടി തന്നെ ഞാൻ ഒരു പാട്ടിന് 30,000-40,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അതായത് കുറച്ചൊരു കാലം മുൻപ്. അപ്പൊ ഞാൻ കവേഴ്സൊക്കെ അത്രയും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ പോയി ഫുൾ മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് അങ്ങനെയൊക്കെ കറക്റ്റ് ഔട്ട് ചെയ്യാറ് ആ സമയത്ത്. അപ്പോൾ പിന്നെ എനിക്കിത് ഇത് മെയിൻ ആക്കണമെങ്കിൽ എനിക്ക് മനസ്സിലായി ഇത് കൊല്ലത്തിലൊരു കവറോ അല്ലെങ്കിൽ മാസത്തിലൊരു കവറോ ഇറക്കിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കവേഴ്സ് ഇറക്കിയാൽ പറ്റുള്ളൂ. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പം ലൈവായിട്ട് നിൽക്കാം. അപ്പം എനിക്ക് മനസ്സിലായി കവേഴ്സ് ചെയ്യണം. അപ്പം എൻ്റെ കൂടെയുള്ള ഇപ്പം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ അരുൺ എന്നോട് പറഞ്ഞാൽ നീ എന്തെങ്കിലും പാട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം എങ്ങനെ ഞാൻ പിന്നെ ഈ പാട്ടുകൾ ഇപ്പോൾ സെലക്ട് ചെയ്ത് അപ്പോൾ എല്ലാവരും, അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇപ്പോൾ എല്ലാവരും പാട്ടുകളൊക്കെ അയച്ചു തരും. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് സേവ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഞാൻ ആദ്യം കാറിലിരുന്നല്ലായിരുന്നു പാടിയത്. ഞാൻ ആദ്യം ഗിറ്റാറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീട്ടിലെ മുറിക്കകത്ത് ഇരുന്നിട്ട് മറ്റേ കട്ടിലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഗിറ്റാറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പാടിയിട്ടാണ് റീലിടാറ്. അതെ, ആ പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. വയറളത്തിൽ എല്ലാ പാട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഗിറ്റാറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ എനിക്ക് അത് ആ ഒരു സീരീസ് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ കട്ടിലൊക്കെ ഇരുന്ന് പാടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് മാറ്റി പിടിക്കാം, ഒന്ന് വെറുതെ കാറിലൊക്കെ ഒന്ന് പോയിരുന്ന് വെറുതെ പാടാൻ. അങ്ങനെ ആദ്യത്തെ ഒരു പാട്ട് ഞാൻ വെറുതെ ഇട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഈ ഒരു നോക്ക് കാണുവാൻ. അപ്പം അത് ആ സമയത്ത് അങ്ങനെ എനിക്ക് ഫോളോവേഴ്സ് കുറവായിരുന്നല്ലോ. അപ്പം അന്നേരം ഒരു 10,000-നുള്ളിലുള്ള ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പം ആ സമയത്ത് ഞാൻ അത് കാറിലിരുന്ന് പാടി ഭയങ്കര ഒരു 2 ലക്ഷം ആൾക്കാരെന്തോ അത് കണ്ട്. അത് ഇത്രയും ആൾക്കാർ ഷെയർ ചെയ്തിട്ട്, അതായത് അന്നത്തെ ഓഡിയൻസ് ഷെയർ ചെയ്തിട്ട്. അപ്പം ഞാൻ ആ പാട്ട് അവിടെ മാറ്റി വെച്ച്. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ട അപ്പം എൻ്റെ ഇതില്ലേ ഒരു നോക്ക് കാണുവാനും പിന്നെ അത് ദീപക് ദേവ് സാറിൻ്റെ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എനിക്ക് ദീപക് ദേവ് സാറിൻ്റെ പാട്ടുകളാണ് കൂടുതൽ പാടാൻ മലയാളത്തിലുള്ള കുറേ ഭയങ്കര ഇഷ്ടമാണ് പാടാൻ. അപ്പം ഞാൻ നേരെ പറയാതെ അറിയാതെ പാടി. അപ്പം അത് പാടിയിട്ടപ്പം അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ
അത് മില്യൺ വ്യൂ ആവുകയും ചെയ്ത് ഭയങ്കരമായിട്ട് ഷെയറും പോയി. എനിക്കൊരു മില്യൺ വ്യൂസ് വന്നൊക്കെ കാറിലുള്ളതാണോ കൂടുതൽ? അതെ അതെ, എല്ലാം കാറിന്നാണ് കൂടുതൽ ഇത് വന്നു തുടങ്ങിയത്. അപ്പം ഞാനത് സത്യം പറയുന്നത് കാറിന്ന് പാടിയെ കൊണ്ടാണോ അല്ലെങ്കിൽ പാട്ടിന്റെ ഒരു പവറാണോ എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുമാണ് അത്, പറയാതെ അറിയാതെ ഭയങ്കര എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു പാട്ടിൽ ഒന്നാണ്. ഞാൻ അത് പാടാത്തൊരു വേദി ഇല്ല, സ്റ്റേജ് ഇല്ല. ഞാൻ ഉണ്ടെങ്കിൽ ആ വേദിയിൽ പറയാതെ അറിയാതെ. അതെ, അപ്പം അത്ര ഇഷ്ടത്തിൽ ഞാൻ പാടുന്നൊരു പാട്ടത്. അപ്പം അത് അങ്ങനെ പാടിയിട്ട് അപ്പം അത് വൈറൽ. അതും എനിക്ക് ഇത്രയും കമൻസ് ഒന്നും അങ്ങനെ 3000-4000 കമൻസ് ഒക്കെ ആ സമയത്ത് അങ്ങനെ വരുത്തില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം പ്രൊഫൈൽ ആക്ടിവിറ്റി ഒക്കെ കൂടി കുറേ പേര് മെസ്സേജ് ചെയ്യുന്നു, കുറേ സെലിബ്രിറ്റീസ് മെസ്സേജ് അയക്കുന്നു, കമൻറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ വരുന്ന സംഭവം മനസ്സിലാവില്ല. അപ്പം ഞാൻ ഒരു പാട്ട് കൂടെ ഇട്ട് പിറ്റേ ദിവസം അതേപോലെ തന്നെ മറ്റേ അകലയോ നീ അകലയോ, അതും ദീപക് ദേസാന്റെ ഇതും എടുത്തിട്ട് ഇതും സെയിം മില്യൺ, അതും ഒറ്റ ദിവസം കൊണ്ട് തന്നെ. അപ്പം ഞാൻ ആകെ വണ്ടർ. അതായത് ഞാൻ ഇതെന്താ ഇനി പുള്ളിയുടെ പാട്ട് പാടിയിട്ടാണോ അല്ലെങ്കിൽ എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ, ഇത് കാറിന്ന് പാടിയിട്ടാണോ, എനിക്കിതെന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഒന്നുകൊണ്ടിട്ട് മ്യൂസിക് ഡയറക്ടറൊക്കെ മാറ്റി പിടിച്ച് ഞാൻ വേറൊരു മറ്റേ ഔസേപ്പച്ച സാറിൻ്റെ മറ്റേ ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാണിവളാണല്ലോ ആ പാട്ട് പാടി. നോക്കുമ്പോൾ അത് വേറല്ലേ. അത് ഞാൻ ഗിറ്റാറൊക്കെ വെച്ചിട്ട് കാറിന്ന് ഇങ്ങനെ പാടി. അപ്പം എനിക്കും ഈ പരിപാടി അതും നല്ല രീതിയിൽ മില്യണായി. അപ്പം ഞാൻ മനസ്സിലാക്കി കാറും ഈ പാട്ടും എന്തൊക്കെയോ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. അതും ഇങ്ങനത്തെ മെലഡി സോങ്സ് ഒക്കെ പാടിയ രസം ഉണ്ടാവും എനിക്കൊരു ഫീൽ ചെയ്തു. അപ്പം ഞാൻ ഇത് ഒന്ന് കണ്ടിന്യൂ ചെയ്തു. അതായത് ആദ്യം ഞാൻ വീക്ക്ലി ഒരു പാട്ടായിരുന്നു, പിന്നെ അത് ഞാൻ പാട്ടിൻ്റെ എണ്ണം കൂട്ടി, അതായത് വീക്ക്ലി 2 എണ്ണാക്കി, പിന്നെ അത് 3 എണ്ണാക്കി. അങ്ങനെയാണ് ഇതിൻ്റെ പാട്ടിൻ്റെ എണ്ണം ഞാൻ ആഴ്ചയിൽ ഇങ്ങനെ കൂടെ. അതായത് കാറിന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നമ്മളിപ്പം ഒരു ക്യാമറ ക്രൂവിനെ കൊണ്ടുവരണം, അത് എഡിറ്റ് ചെയ്യണേ, അവൻ്റെ കാല് പിടിക്കണോ, അല്ലാതെ എഡിറ്റ് ചെയ്ത് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അറിയാലോ അതിൻ്റെ അവസ്ഥ. അപ്പം അതിനുള്ള സമയം എനിക്കില്ല സത്യം പറഞ്ഞാൽ. എനിക്കിതൊക്കെ വേഗം ചെയ്യണം, കുറേ ആൾക്കാരൊക്കെ ഇത് കാണിക്കണം, ഇങ്ങനത്തെ കുറേ വർക്ക് കാണിക്കണം. അപ്പം അങ്ങനത്തെ ഒരു ആഗ്രഹമായി ആ സമയത്ത്. അപ്പം അതാണ് ഞാൻ വീട്ടിലിരുന്ന സമയം എന്ന് പറയില്ല. അപ്പം വീട്ടിലിങ്ങനെ കാറിങ്ങനെ പുറത്തിലിങ്ങനെ എപ്പോഴും ഉണ്ടാവും, പരിപാടിക്കൊന്നും ഞാൻ പോക്കില്ല, വീട്ടിൽ തന്നെ. കാറ് ഞാൻ അവിടെ നിന്ന് എടുക്കാറില്ല. കാറ് നേരെ റിവേഴ്സ് ഗിയറിടും, ബാക്ക് അടിക്കും, പുറത്ത് നിന്ന് ബാക്ക് എടുക്കും, അവിടെ നിന്ന് ഈ പാട്ട് സീറ്റ് ബെൽറ്റ് ഇടും. ഈ പാട്ട് പാടുന്നത് വീട്ടിൽ കാർ നിർത്തിയിട്ടാണോ? വീട്ടിൽ കാർ എടുത്തില്ല, എൻ്റെ വീടാണ് അത്. അതെ, ആദ്യമുള്ളതൊക്കെ കംപ്ലീറ്റ്ലി എൻ്റെ വീടാണ്. പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാക്കാം, കാരണം റോഡ് സൈഡിൽ വീടായതിനെ കൊണ്ട് ഇങ്ങനെ ബാക്കിൽ കൂടെ ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്ന കാണാം. അപ്പോൾ എല്ലാവരും വിചാരിക്കും പെട്ടെന്ന് റോഡ് സൈഡിലാണ്. പക്ഷെ പിന്നെ ഞാനിങ്ങനെ ചിലതൊക്കെ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വേറെ സ്ഥലത്തു നിന്നൊക്കെ പാടുന്ന സമയത്ത് ചിലപ്പോൾ വലിയ ലോറിയൊക്കെ പോകുന്നുണ്ട് അടുത്തുകൂടി. കമൻറ്റ് ഉണ്ടാവും, ഇതിൽ ലോറിയുടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തതാണ് ഈ പാട്ട്. അങ്ങനെ പക്ഷേ ഇതാണ് ബേസിക്കലി. അതായത് ഇങ്ങനെ 1-2 ചെയ്തപ്പോഴാണ് എനിക്ക് കാറെന്നുള്ള ഒരു സീരീസിലേക്ക് അതിലേക്കൊരു തുടക്കം. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി കാറിൽ തന്നെയാണ് പാടിയത്. കാറാണ് നമ്മുടെ രാശിയും തോന്നുന്നു. അതെ, കാറിൽ എന്തോ ഉണ്ട്. ഈ കവർ സോങ്സ് പാടുന്ന സമയത്ത് ഒറിജിനൽ എല്ലാവർക്കും അറിയാം, നമ്മൾ കേട്ട് ഒറിജിനൽ എല്ലാവരുടെയും മനസ്സിനകത്തുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളൊരു കവർ സോങ് സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇപ്പൊ ഞാൻ റിയാലിറ്റി ഷോയിലൊക്കെ കാണാറുണ്ട്. അതായത് നമ്മൾ എക്സ്ട്രാ സംഗതികളൊക്കെ പാടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണേൽ ചെയ്തതിന് തെറ്റൊന്നുമില്ല. പക്ഷേങ്കിൽ ഞാൻ ചില മ്യൂസീഷ്യൻസിൻ്റെ ലൈവ് പ്രോഗ്രാംസും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കവേഴ്സിൻ്റെ അടിയിൽ കമൻസ് എപ്പോഴും ഞാൻ കമൻസ് വായിക്കാറുണ്ട്. എല്ലാ മ്യൂസീഷ്യൻസിൻ്റെയും ഇടുന്ന കമൻസും, അതായത് അവർക്ക് വരുന്ന കമൻസ് എന്തൊക്കെയാണ്, അതിൽ ചിലപ്പോൾ നല്ല കമൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് നമ്മളെ ടൈറ്റിലായി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കും. ഞാൻ യൂട്യൂബിലൊക്കെ പോയിട്ട് എങ്ങനെ നോക്കും, നല്ല പാട്ടിൻ്റെ ഈ കമൻറ്റ് പോലെ ഈ കമൻറ്റ്, അപ്പോൾ ഞാൻ ഇന്ന് നേരെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരു പണി എടുക്കണ്ടല്ലോ, ഇപ്പുറത്തെ എടുത്തിടാം. അപ്പോൾ ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം ആ സമയത്ത് ഇങ്ങനത്തെ അതായത് ഈ കവർ ചെയ്ത ആൾക്കാരുടെ പ്രൊഫൈൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണാറുണ്ട്, അവിടെ സംഗതികൾ കുറെ പാടി നശിപ്പിച്ചു, ഈ മ്യൂസിക്കിനെ കൊല്ലുകയാണ് എന്നൊക്കെ പറഞ്ഞു. അതെ, ഒറിജിനലാണ് രസം, അങ്ങനത്തെ. ഇത് എന്തായാലും ഇത് 2 ഓഡിയൻസ് ഇല്ലാണ്ട് നിൽക്കൂല, ഓഫ് കോഴ്സ്. അപ്പം ഞാൻ വിചാരിച്ചു ഏത് രീതി തിരഞ്ഞെടുക്കണമെന്ന് ഞാനിങ്ങനെ കുറേ ആദ്യം ആലോചിച്ചു. അതായത് എൻ്റെതായ രീതിയിൽ ഇംപ്രവൈസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ പരമാവധി ഒറിജിനലായിട്ട് നീതി പുലർത്തിയിട്ട് അങ്ങനെ ചെയ്യണം. എൻ്റെ മനസ്സിൽ 2 ഇതാണ്. അപ്പം ഞാൻ കുറച്ചും കൂടെ ഈ ഫസ്റ്റ് ഓപ്ഷൻ, അതായത് നമ്മൾ ഒറിജിനലായിട്ട് കുറച്ച് സാമ്യമുള്ള രീതിയിൽ ചെയ്യുക. അതുപോലെ പാടാൻ നമുക്ക് എന്തായാലും പറ്റില്ല, അപ്പം അതുപോലെ പാടാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തത് കവേഴ്സ്. പക്ഷേ എൻ്റെ കുറേ ഫ്രണ്ട്സ് നേരെ തിരിച്ചും ചെയ്യുന്നുണ്ട്. അതായത്
ഒറിജിനൽ അല്ലാണ്ട് നമ്മുടേതായ നമ്മുടേതായ വേർഷൻ അങ്ങനെയും ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഞാൻ വിചാരിക്കാൻ ആക്ച്വലി കവർ സോങ്സ് പറഞ്ഞ അതാണ്. അതെ, പിന്നെ ഇതിനെതിരെ ജഡ്ജ് ചെയ്യുന്നത്. അതെ. ഇപ്പൊ ഞാൻ പ്രോഗ്രാമിംഗ് കീബോർഡ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒറിജിനൽ കോഡ്സും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പം പാട്ട് എന്താണോ അതിൽ വായിച്ചൊന്നുമല്ല, നമ്മൾ ഇഷ്ടത്തിലുള്ള പ്രോഗ്രാമിംഗ് നമ്മളുടെ ഇഷ്ടത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഇഷ്ടത്തിൽ പാടാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് ഒരു പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ പ്രശ്നം ഞാൻ പറഞ്ഞു രണ്ട് രീതിയിൽ എടുക്കാം. അതെ, അതാണ്. ചില ആൾക്കാർക്ക് അത് ഇത് ഒരാൾ മോശം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ 100 ലൈക്ക് ഉണ്ടാവും, മോശം മോശം മോശം, എല്ലാവരും ആ ലൈക്കിന് ഇടും. ഇത് നന്നായി അതേ മനസ്സിലായില്ലേ? ആൾക്കാർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് അങ്ങ് ഫോളോ അപ്പ് ചെയ്യും. ഇപ്പൊ ഇത് ഫുള്ള് മോശമാണ് പാടിയെന്ന് പറഞ്ഞാൽ തന്നെ, അതായത് ഇപ്പൊ അതിനൊരു 10 ലൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിൽ ലൈക്ക് അടിച്ചോണ്ട് നിൽക്കും. അപ്പൊ ആ കമന്റ് ഇങ്ങനെ മേലെ ഇങ്ങനെ കിടക്കും. അപ്പൊ എല്ലാവരും ആ കമന്റ് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. നമ്മൾ ഈ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ ലജ്ജാവതി പാടിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി ആ സമയത്ത് ഉണ്ടായിരുന്ന മ്യൂസിക്കിന്റെ വേറൊരു രീതിയിലാണ് ജാതി സാർ ഇറക്കിയേക്കുന്നത്. ആ സൗണ്ടും കൂടെ വന്നപ്പോ അന്നത് ഒരു സ്പെഷ്യൽ ആയിരുന്നു. അപ്പൊ നമ്മളത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ നോക്കുന്നത്? ഞങ്ങളത് വേറൊരു സൗണ്ടിങ്ങില്ല, നമ്മളെ ബാൻഡ് ഒരു വേറെ ഒരു ഫങ്ക് ടൈപ്പാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെങ്കിൽ പക്കാതാണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ എത്തിക്കാൻ ശ്രമിച്ചു. അപ്പം വേറൊരു സൗണ്ട് നമ്മൾ ഫുൾ ഗിറ്റാർസ് വെച്ചിട്ട് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഗിറ്റാർ റിഫും, പിന്നെ അതുപോലെ തന്നെ സിന്തും ഡ്രംസും, പിന്നെ ഫ്ലൂട്ട് അതുപോലെ തന്നെ പ്ലേസ് ചെയ്ത് അതിൻ്റെ ഒരു മെയിൻ ആ സാധനം ഭയങ്കര അതിൻ്റെ ഒരു ഹുക്ക് ലൈൻ അല്ലേ. അപ്പം അതാണ് ആ പാട്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് ഹൈലൈറ്റ്. അപ്പം ഞങ്ങൾ അത് വെച്ച് തന്നെ ആ ഫ്ലൂട്ട് പോർഷൻ ചെയ്ത് അതുപോലെ തന്നെ ചെയ്ത്, അത് മാത്രം അതുപോലെ തന്നെ ചെയ്ത്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ജാസി ചേട്ടൻ അത് പാടിയിട്ടുള്ളൊരു സാധനം എൻ്റെ വോയിസിൽ അത് ഔട്ട് ചെയ്യുമ്പം ആൾക്കാർ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിരുന്നു. കാരണം അത് എല്ലാവരുടെയും മനസ്സിൽ അത് രജിസ്റ്റേർഡ് ആ ഒരു വജോ വജോ അങ്ങനെ പുള്ളി അങ്ങനെയല്ലേ പാടിയത്. നമുക്കതൊരിക്കലും അങ്ങനെ പാടിയാൽ മിമിക്രി പോവും. അപ്പൊ അങ്ങനെ പാടാനും പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, എടാ നീ നിന്റെ സ്റ്റൈലിൽ പാടിക്കോ. അപ്പം ഞാൻ എൻ്റെ സ്റ്റൈലിൽ എൻ്റെ ടോണ് വേറൊരു ടോണാക്കി മാറ്റി. അതായത് നമ്മൾ റോബോട്ടിക് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്ക് എന്ത് ഈക്വൽ എല്ലാം കട്ട് ചെയ്ത് വേറൊരു ടൈപ്പ് ആക്കി. അപ്പം ഞങ്ങളത് വേറൊരു സ്റ്റൈല് റിലീസ് ചെയ്ത് നോക്കുമ്പോൾ അത് ഭയങ്കര ഹിറ്റായി, വൈറലായി. അതായത് പിന്നെ ഇത് നോക്കുന്ന സമയത്ത് റീലിലൊക്കെ ഇത് തന്നെ കുറേ ചില ആൾക്കാർ ടൂറൊക്കെ പോകുന്ന സമയത്ത് തുള്ളുന്ന സമയത്തുണ്ട് ഈ പാട്ട് ഞങ്ങളെ റീലിന്റെ റീമിക്സ്. അപ്പൊ ഞങ്ങൾ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. ഞങ്ങൾ ഭയങ്കര ടെൻഷനോടെ ഇറക്കിയ ഒരു വർക്ക് അതിനത്. കാരണം ഈ ഒരു പ്രശ്നം, കാരണം ഈ സൗണ്ടിങ് ആൾക്കാർക്ക് ഇഷ്ടാവോ, പാളിപ്പോയാൽ കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോകും. കാരണം അതും ഞാൻ കുറേ ഒരു 3 വർഷമായി ഇപ്പൊ അത് ഇറക്കിയിട്ട്. നമ്മളെ കോവിഡ് വന്നില്ലേ, അതിന് മുന്നേ ആ ഒരു സമയത്ത് അത് ഇറക്കുന്നത്. അപ്പം അന്ന് ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ജാസി ചേട്ടൻ അത് ഇഷ്ടമായി, പുള്ളി അത് ഷെയർ ചെയ്ത് പുള്ളി ഇൻസ്റ്റയിലൊക്കെ ഫോളോ ഒക്കെ ചെയ്ത്. അപ്പോൾ അപ്പൊ ഒരു സമാധാനമായി. കാരണം പുള്ളിന്റെ കമന്റ് കണ്ടപ്പോൾ ജാസി ചേട്ടൻ കമന്റ് ഫസ്റ്റ് വന്ന് ഞങ്ങളത് പിൻ ചെയ്ത് വെച്ച്. പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്കൊരു ധൈര്യം വന്നു. കാരണം ഇത് രസമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരും അത് ലൈക്ക് അടിച്ച് ചിലപ്പം അത് അതിന്റെ വയ്യ ആൾക്കാർ പോകും. പക്ഷെ സാർ അത് കറക്റ്റ് പുറകെ അതായത് ഇതിന്റെ ഇപ്പൊ ഒരു കമന്റ് ഇതെന്ത് പാട്ടാന്ന് ഇപ്പൊ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിന് ലൈക്ക് അടിച്ച് അതിങ്ങനെ പോകും. ആ കമന്റ് വൈറൽ അവസാനം ഇത് ഫുള്ള് നെഗറ്റീവ്സ് മാത്രമാവും കമന്റിന്. പക്ഷെ ഇത് ജാസ്തി ചേട്ടൻ കറക്റ്റ് ആ സമയത്ത് പെട്ടെന്ന് കണ്ട് കമന്റ് ഇട്ടതുകൊണ്ട് രക്ഷപ്പെട്ട് നമ്മള് സേഫ്. അതിപ്പോ ഇൻസ്ട്രുമെന്റ്സ് ഇല്ല, പക്ഷെ പാടാൻ പറ്റുമോ? അതിന് ട്രൈ ചെയ്യാം. കാരണം അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ആ ഒരു ഫീൽ. അതിന് ആ ഒരു റിതം വരുമ്പോഴാണ് അതിന്റെ ഒരു അതെ. എന്നാലും ഈ കോളേജിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ബാൻഡ് പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങളെ ബാൻഡ് കുറച്ച് ക്ലിക്കായത് ഈ പാട്ടിലായിരുന്നു. ഈ പാട്ട്, പിന്നെ അതുപോലെ തിങ്കളേ ആ പാട്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രളയൊക്കെ രാക്ഷസി. അപ്പം ഇത് 3 ഞങ്ങൾ ഇറക്കി. പിന്നെ വാടാ വാടാ പയ്യ, ഇതൊക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടാണ് ബാൻഡിന്റെ സൗണ്ടിങ്ങിൽ. അപ്പം ഈ ലജ്ജാവതിയെ ഇതൊക്കെ വെച്ചാൽ കുറച്ചൊരു പക്ക ഒരു റിതം എന്നാലേ അത് കുറച്ച് കേൾക്കാൻ രസമുണ്ടാവും. അതെ. എന്നാൽ ഞാൻ ഇതിന്റെ ലജ്ജാവതി അത് ആ പോർഷൻ ആണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഞാൻ ആ പോർഷൻ പാടാം. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, താഴമ്പൂവോ താമരത്താരോ തേനോ തേന്നിലാവോ, മാമഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാറിവില്ലോ, തൊട്ടൊരുമി നിന്നാട്ടെ ഹേ തൊട്ടാവാടി പെൺമാനേ, മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള റോജ രാജറാണി.
ഇതെന്താ പ്രശ്നം എന്താണ് അത് ഈ അവിടെ ഒരു ഡിലേ വരും, അവിടെ ഒരു ഇതും വരും. അപ്പൊ നമുക്ക് അവിടെ ഗ്യാപ്പാ. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ പാട്ടുകൾ പാടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ആവുള്ളൂ. ഇപ്പം ഇതിന്റെ അനുബല് കണ്ണാടിപ്പുഴയിലെ വെള്ളാരം കല്ലുമായി പാടും നല്ല രസമാണ്. അത് നല്ലൊരു മെലഡി ഉള്ള പോർഷൻ. കാരണം നമുക്ക് മ്യൂസിക്കോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും ആ പോർഷൻ കേൾക്കാൻ. പക്ഷെ ഇത് ഇപ്പൊ എന്നിട്ട് കോളേജ് പറയുമ്പോ അങ്ങനെ ഗൈസ് ഗേളുമായിട്ട് ഗൈസ് അങ്ങനെ എന്നിട്ട് ഹമ്മിങ് അങ്ങനെയാണ് അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ലേ നമ്മളതായ ഒരു സ്റ്റൈലിൽ അത് നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലാണ്ട് ഇപ്പം മറ്റേ രീതി ചെയ്ത് കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോകും, ഉറപ്പായിട്ടും. കവർ സോങ്സ് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സാധനമാണ്. അതാണ് സീരിയസ്ലി ഭയങ്കര അതിന്റെ എല്ലാ വശവും നമ്മള് പഠിച്ചിട്ട് ഒന്ന് ചോദിക്കണം. ഒരു മൂന്നാമത് ഒരാളോട് ചോദിക്കണം, എടാ ഇങ്ങനെ സംഭവം ഇറങ്ങുന്നുണ്ട്, ഇത് ഇങ്ങനെ ഇത് രസം ഉണ്ടാവും, നീ നയിക്കി പറഞ്ഞിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. ആടത് കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു 2-3 പേര് പറയുമ്പോഴത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ ഇതൊരു പുതിയൊരു സ്റ്റൈലാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനം. മനസ്സിലായില്ലേ? ചെറിയൊരു ടാസ്ക് തന്നെ ചെയ്യാൻ പറ്റും. വലിയ സംഭവമൊന്നുമല്ല. കവർ സോങ്സിലാണല്ലോ നമ്മൾ ഫേമസ് ആയി വന്നത്. അപ്പോൾ എനിക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം എന്നുള്ള സിനിമ, അതിലില്ലേ നീ കടിച്ചു അതിനെ പാടുന്നില്ല അറിയാതെ പാടില്ല ആ പാട്ടില്ലേ, ആ ലൈഫ് അത് ആ ഒരു പോർഷൻ കവർ സോങ് ആയിട്ട് ചെയ്യാൻ വരുന്ന ലൈവായിട്ട് ഇപ്പൊ ചെയ്യൂ. ചെയ്യാലോ. നീ മറന്നോ പോയൊരു നാൾ ഈരില പോലെ നാം ഇരുപേർ ഒത്തുപള്ളിയിൽ ഒത്തുചേർന്നു ഏറിയ നാള് പോയതല്ലേ അന്നു നീ കടിച്ചു പാതി തന്നു പൊന്നു കിനാവിൻ കണ്ണിമാങ്ങ ഓർത്തിരുന്നു കാത്തിരുന്നു ജീവിതമാകെ നീറിടുമ്പോൾ നീ പച്ചത്തൂരുത്തായി സ്വപ്നത്തൂരുമായി കൽവിലിരുന്നു കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്ത തേൻപഴമേ തളിർ ചുണ്ടിൽ പൂത്തിരി മുത്തായി ചിപ്പിയിൽ എന്നെ കാത്തുവെച്ചു ഒന്നാങ്കിളി പൊന്നാങ്കിളി വണ്ണാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു ഗതി കൊണ്ടുവര ഉണ്ടപ്പോൾ മൂന്നാങ്കിളി നാലാംകിളി എന്നാതിരിലേറെ കിളി അങ്ങടുകൊത്തിങ്ങടു കൊത്തായി കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്ത തേൻപഴമേ തളിർ ചുണ്ടിൽ പൂത്തിരി മുത്തായി ചിപ്പിയിൽ എന്നെ കാത്തുവെച്ചു. ഇതിന്റെ എനിക്ക് ഒറിജിനലായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല എവിടേക്കോ നിങ്ങൾ പറഞ്ഞ പോലെ ആ സംഗതികളിൽ ചെറിയ ഇപ്പം പാടിയ ആളുടെ വോയിസും എന്റെ വോയിസും എന്തായാലും വ്യത്യാസം ഉണ്ടാവും. ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഓക്കെ, എന്നാലും നമുക്ക് ആ സംഗതികൾ നിങ്ങൾ എവിടെയെങ്കിലും കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ, വളരെ ചെറിയ മാറ്റങ്ങൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒറിജിനലിനോട് വളരെയധികം നീതി പുലർത്തിയോണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ലായിരുന്നു. അങ്ങനെ ഓക്കെ. നമ്മുടെ ഞാൻ സത്യം പറഞ്ഞ ഇന്റർവ്യൂ ഈ മ്യൂസിക് ആയിട്ട് ഉള്ള ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഭയങ്കര രസമാട്ടോ. നമുക്ക് ടൈം പോകുന്ന ഒട്ടും അറിയില്ല. ഈ പാട്ടും ഇങ്ങനെ കുറച്ച് സമയവും അങ്ങനെ ഭയങ്കര രസമായിട്ട് എന്റെ സമയം പോയ തീരെ അറിഞ്ഞില്ല. ഞാൻ എത്ര സമയം പോയോ അവർ പറയുമ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. എനിവേ എന്തായാലും കണ്ടതിൽ സന്തോഷം. താങ്ക് യു. നെക്സ്റ്റ് ടൈം നമ്മൾ കാണുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ സിനിമയിലൊക്കെ കയറി ഒരു പ്ലേ ബാക്ക് സിംഗറൊക്കെ ആയിട്ട് അല്ലെ ഒരു വലിയ സിനിമയുടെ ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റട്ടെ അല്ലേ. താങ്ക് യു.